I hope we are studying well and beautifully. You are making it. So, welcome to another session. So, this will be the fourth and the last session of logical reasoning. Then we will be doing more questions after the session. We'll be discussing more question after this session. Okay. Actually, logical reasoning should be studied, or paper one must be studied by doing only, by practice only you can make it. So after this we will be making more question and we'll be doing more questions. Okay, so let's begin our fourth session of logical reasoning, which will be discussing on Indian logic. Indian logic ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ലോജിക് ഞാൻ വർക്ക്ഷോപ്പിൽ കുറെ ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടി റിവൈസ് ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യൻ ലോജിക്കില് പെൻഡിങ് ഉള്ള ബാക്കി ടോപ്പിക്കും ആയിരിക്കും ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ആർ യു റെഡി ഗൈസ്? ലെറ്റ്സ് ബിഗിൻ. ഇന്ത്യൻ ലോജിക്കില് സ്കൂളുകളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിച്ച് മീൻസ് വർക്ക്ഷോപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റിവിഷൻ, റൈറ്റ്? റിവിഷൻ ഇസ് മസ്റ്റ്. പക്ഷെ ഞാൻ ഈ സെഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിലത്തെ സെഷൻ തന്നെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. If the statement some animals are not birds is given as false, then which of the following statement can be immediately inferred to be false? കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ ലോജിക്കിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, if the statement some animals are not birds is given as false, then which of the following statements can be immediately inferred to be true? Immediately inferred to be false. Guys, ഒരു കാര്യം പറയാം, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എന്റെ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെഷൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. സോ നത്തിങ് കണക്റ്റഡ് വിത്ത് ദി ഓൾഡർ ക്ലാസ്സസ്. പക്ഷേ അടുത്ത ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ നാല് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 6.5 hours ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ എടുത്തിട്ടുള്ള ക്ലാസ് ഇതെല്ലാം കേട്ട് അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലെ PYQ സെഷനിലോട്ട് വരാൻ. പഠിക്കാതെ ആരും ഇങ്ങോട്ട് പോരണ്ട, കേട്ടല്ലോ. ഗാലറിയിൽ ഇരുന്ന് ഷോ കാണുന്ന പരിപാടിയില്ല, എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പേരെടുത്ത് വിളിച്ച് അപമാനിക്കും. അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് അപമാനിക്കൊന്നുമില്ല, ബട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിട്ട് വരണം. ക്ലിയർ? സോ അതുകൊണ്ട് നിർബന്ധമായിട്ട് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ഈ പറയുന്ന നേരത്തെ അറ്റൻഡ് ചെയ്യാത്തവരെ കാണുന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് റിവൈസ് ചെയ്തിട്ട് വരാം. ഇന്നത്തെ ക്ലാസ് ഇസ് ഫൈൻ, അബ്സല്യൂട്ട്ലി ഫൈൻ ആണ്, ബട്ട് അടുത്ത ക്ലാസ്സിലോട്ട് പഠിച്ചിട്ട് വരാം PYQ. ഓക്കെ, സോ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം 4 പേരാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. യെസ്, ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഓ ആണ്. ഓ സ്റ്റേറ്റ്മെന്റിൽ ഫാൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഡിന്റെ മുന്നേ ഉള്ള ഇ ആണ് വിച്ച് വിൽ ബി ഇമ്മീഡിയറ്റ്ലി ഗിവൺ ആസ് ഫാൾസ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ? ഫസ്റ്റത്തെ ഫാൾസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഡയഗണലിലെ ആദ്യത്തെ ഫാൾസ്, അതിന് നേരെ വരുന്നത് ഇ ആണ്. ഇനി ഫൈൻഡ് ഔട്ട് മൂഡ് ആൻഡ് ഫിഗർ. ഓൾ ഫ്രൂട്ട്സ് ആർ ഹെൽത്തി, നോ ജങ്ക് ഫുഡ് ഈസ് ഹെൽത്തി. കൺക്ലൂഷൻ, നോ ജങ്ക് ഫുഡ് ഈസ് ഫ്രൂട്ട്സ്. ഇതിന്റെ മൂഡ് ആൻഡ് ഫിഗർ കണ്ടെത്തുക. മൂഡും പറയണം, ഫിഗറും കണ്ടെത്തണം. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ ഡോണ്ട് വറി, ഇന്നത്തെ ക്ലാസ് തുടങ്ങിയിട്ടില്ല, കഴിഞ്ഞ ക്ലാസ് റിവിഷൻ ആണ്, ഓർത്ത് വെക്കുക. ക്ലിയർ? മൂഡ് ആൻഡ് ഫിഗർ പറഞ്ഞേ, മൂഡ് ഏതാണ്, ഫിഗർ ഏതാണ്? മൂഡ് ആൻഡ് ഫിഗർ പ്ലീസ്. ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഐ ഷ്യൂർ A3 ആണെന്ന്? മൂഡ് ആൻഡ് ഫിഗർ ആണ്. യെസ്, ഓപ്ഷൻ AEE2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. AEE2. ഓക്കെ, സോ A3 ഇട്ടവരൊന്നും കൂടി ശ്രദ്ധിക്കണം. ഫിഗർ ഇതാണ്, ഈ ഫിഗർ 2 ആണ് കേട്ടോ. രണ്ടും ഹെൽത്തി എന്നുള്ളതാണ് ഇതിന്റെ മിഡിൽ ടേം. മിഡിൽ ടേം വരുന്നത് അവസാനത്തോട്ടാണ്, പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്തോട്ടാണ്. ഫിഗർ 2ലാണ് പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്തോട്ട് വരുന്നത്. ഫിഗർ 3 വന്നു കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞു ഗൈസ്. ഈ പഠിച്ചൊക്കെ ചുമ്മാ വെറുതെ ആയിരിക്കും കേട്ടോ, തെറ്റരുത്. ഫിഗർ വരയ്ക്കുക, കോളർ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. If the statement some pandas are herbivorous animals is given as true, then which of the following statements can be immediately inferred to be false?
സം പാണ്ടാസ് ആർ ഹെർബിവോറസ് ആനിമൽസ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് തന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇൻഫർ ടു ബി ഫാൾസ് ഏതാണ്? സം പാണ്ടാസ് ആർ ഹെർബിവോറസ് ആനിമൽസ് വിച്ച് മീൻസ് ഐ ഓപ്ഷൻ ഐ ടൈപ്പ് സ്റ്റേറ്റ്മെന്റില് ട്രൂ ആണ് തന്നിരിക്കുന്നത്. ഐയില് ട്രൂ എന്ന് പറയുമ്പോ യു ക്യാൻ ചൂസ്. യെസ്, ഗുഡ് ഗേൾസ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആൻഡ് ഗൈസ് ഡോണ്ട് വറി, ചിലര് നല്ല ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട്, ചിലര് ഭയങ്കര സ്ലോ ആണ് എന്ന് കരുതി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വി ഓൾ ആർ എല്ലാവരും ബിഗിനേഴ്സ് ആണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണേഴ്സ് ഉണ്ടായിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഡോണ്ട് കമ്പയർ ഇറ്റ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ എക്സലന്റ് ആണ്, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കാം. യു ആർ എക്സലന്റ് സ്റ്റുഡൻസ് ഫോർ മീ. ഓക്കെ, സ്ലോ ആയിട്ട് ആൻസർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ക്ലിയർ? So which of the following statements are so related that they cannot be both false together, although they may be ട്രൂ ടുഗദർ? ഒരുമിച്ച് ശരിയാവാം പക്ഷെ ഒരുമിച്ച് തെറ്റാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? അതായത് ഇത് സബ് കോൺട്രി ആണോ കോൺട്രി ആണോ? ആദ്യം അത് പറഞ്ഞേ. കോൺട്രി ആണോ സബ് കോൺട്രി ആണോ? കോൺട്രി ആണോ സബ് കോൺട്രി ആണോ? യെസ്, സബ് കോൺട്രി സ്റ്റേറ്റ്മെന്റ് ആണ്, സബ് ആണ്. യെസ്, വെരി ഗുഡ്. സബ് കോൺട്രി ടൈപ്പ് ആണ്. ഇനി ഇതിൽ ഏതൊക്കെയാണ് സബ് കോൺട്രി ആയിട്ട് വരുന്നത്? ഫലസിയിൽ നിന്നൊരു ക്വസ്റ്റ്യനും കൂടി വേണമല്ലോ അല്ലെ? യെസ്, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വെരി ഗുഡ്. ഇത്ര മതി കഴിഞ്ഞ ക്ലാസ് റിവിഷൻ. ഫലസി ഫലസിന്ന് ഒരെണ്ണം കൂടി വേണ്ട, ചുമ്മാ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഫലസിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ PYQ സെഷനിൽ ചെയ്യാം. ഓക്കെ, സോ വിൽ ബിഗിൻ വിത്ത് ഇന്ത്യൻ ലോജിക്. ഇന്ത്യൻ ലോജിക് ഞാൻ വർക്ക്ഷോപ്പ് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങുന്നത് പ്രമാണയിൽ നിന്നാണ്. ഇന്ത്യൻ ലോജിക്കിൽ പുതിയ ഏത് ടോപ്പിക് എടുക്കണമെങ്കിലും എനിക്ക് പ്രമാണ പറയാതെ തുടങ്ങാൻ പറ്റില്ല, ബിക്കോസ് പ്രമാണയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. സോ പ്രമാണാസ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് വാലിഡ് നോളേജ് ആണ്. നമുക്ക് നോളേജ് ലഭിക്കുന്നത് പല സോഴ്സിൽ നിന്നാണ്. നിലവിൽ ഇപ്പൊ നമ്മുടെ മെയിൻ നോളേജ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ? മെയിൻ സോഴ്സ് ഓഫ് നിലവിലെ നോളേജ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് ഫ്രം മൊബൈൽ ഫോൺ ഫോർ അസ്, റൈറ്റ്? ആസ് ഫാർ ആസ് വി ആർ കൺസേൺഡ്, മുന്നേ ഉള്ള അതായത് ഇന്ത്യൻ നമ്മളൊക്കെ ഇപ്പം നിലവിലില്ലാത്ത, വിച്ച് മീൻസ് ഈ പറയുന്ന നമ്മളെ ഈ പറയുന്ന ടെക്നോളജി ഒക്കെ വളരുന്നതിന് മുന്നൊക്കെ ഉള്ള ആളുകള് സോഴ്സസ് ഓഫ് നോളേജ് എന്ന് പറയുന്നത് പല രീതിയിലായിരുന്നു അവർക്ക് നോളേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാം ഇതിലാണ്ട് കിട്ടുന്നുണ്ട്. എല്ലാ പെർസെപ്ഷനും ഇൻഫറൻസും എല്ലാ സാധനവും ഈ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബട്ട് ബിഫോർ ഹാൻഡ് ഈ പറയുന്ന ഇന്ത്യയില് അല്ലെങ്കിൽ ഈ പറയുന്ന സോഴ്സസ് ഓഫ് വാലിഡ് നോളേജ് എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്ര പ്രകാരം എന്ത് ചെയ്യാണ്, 6 വാലിഡ് സോഴ്സസ് ഓഫ് നോളേജ് ആണ് ഉള്ളത്. നമുക്ക് 6 മാർഗങ്ങളിലൂടെ മാത്രമാണ് നോളേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്, അറിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാത്തതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, അല്ലാത്ത മാർഗങ്ങളിലൂടെ ഒന്നും നമുക്ക് അറിവ് ലഭിക്കില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രമാണകൾ എന്ന് വിളിക്കുന്നത്, പ്രമാണാസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് 6 ഒന്നാമത്തത് പ്രത്യക്ഷ. ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്, കാരണം ഇത് ഞാൻ മറ്റേ സെഷനിൽ എടുത്തിയാണ്. അതിന്റെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവും കേട്ടോ, വർക്ക്ഷോപ്പിൽ എടുത്തിയാണ്. അതുകൊണ്ട് കേട്ടവർക്ക് ഇതുകൂടി വീണ്ടും റെപ്പറ്റേഷൻ ആയി ഫീൽ ചെയ്യേണ്ട വെച്ചിട്ട് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇഫ് ഇറ്റ് നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് സെഷൻ വീണ്ടും കേട്ടാൽ മതി. ക്ലിയർ? സോ ഒന്നാമത്തത് പ്രത്യക്ഷ, രണ്ടാമത്തത് അനുമാന, മൂന്നാമത്തത് ഉപമാന, നാലാമത്തെ ശബ്ദ, അഞ്ചാമത്തത് അർത്ഥപതി ആൻഡ് അനുപലപ്തി. പ്രത്യക്ഷ എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ടുള്ളത്, അതായത് നമ്മുടെ സെൻസറി ഓർഗൻസിലൂടെ നമുക്ക് കിട്ടുന്ന നോളേജിനെയാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത്, അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സെൻസറി നോളജ് ഏതൊക്കെയാണ്? പഞ്ചേന്ദ്രിയങ്ങൾ, റൈറ്റ്? അതായത് നമുക്കുള്ള 5 സെൻസറി ഓർഗൻസ്, അതായത് ചെവി, കണ്ണ്, മൂക്ക്, നാവ് ആൻഡ് സ്കിൻ. ഈ പറയുന്ന 5 സെൻസറി ഓർഗൻസിലൂടെ നമുക്ക് ഗെയിൻ ചെയ്യുന്ന നോളേജിനെയാണ് പ്രത്യക്ഷ അഥവാ പെർസെപ്ഷൻ, അല്ലെങ്കിൽ പെർസീവ് ചെയ്യുക, നോളേജ് പെർസീവ് ചെയ്യുക. ടേസ്റ്റ് ഈസ് എ പെർസെപ്ഷൻ, സീയിങ്, സൈറ്റ് സീയിങ് ഈസ് എ പെർസെപ്ഷൻ, അതുപോലെ ഹിയറിംഗ് ഈസ് എ പെർസെപ്ഷൻ. ഇതൊക്കെ പെർസീവ്ഡ് ആയിട്ടുള്ള നോളേജാണ്. നമുക്ക് പുറമേന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന നോളേജിനെയാണ് പ്രത്യക്ഷ അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, മറന്നു പോകരുത് കേട്ടോ. സോ ദിസ് ഇസ് കോൾഡ് പ്രത്യക്ഷ. ഈ പറയുന്ന പ്രത്യക്ഷ എന്ന് പറയുന്ന പ്രമാണയെ ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളും, വിച്ച് മീൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ കാലത്ത് ഉണ്ടായിരുന്ന സ്കൂളുകളുണ്ട്, ബുദ്ധിസം, ജൈനിസം, ചാർവക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്കൂളുകളുണ്ട്.
ഈ പറയുന്ന എല്ലാ സ്കൂളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലൂടെ മാത്രമാണ് നമുക്ക് നോളേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ചില സ്കൂളുകൾ പ്രത്യക്ഷമായി മാത്രമേ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ വേറെ നോളേജിനൊന്നും നമ്മൾ നോളേജ് ഒന്നും വിളിക്കില്ല. പ്രത്യക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന സെൻസറി ഓർഗൻസിലെ എംപെരിക്കൽ നോളേജിനെയാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ എന്ന് പറയുന്നത്. ഐ യൂസ് ദ ടേം എംപെരിസിസം. എംപെരിക്കൽ നോളേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻസറി ഓർഗൻസിലൂടെ ഗെയിൻ ചെയ്യുന്ന നോളേജിനെയാണ് എംപെരിക്കൽ നോളേജ് എന്ന് വിളിക്കുന്നത്. മൈന്യൂട്ട്, ദ സ്മോളസ്റ്റ് ഐഡിയ. ക്ലിയർ? അത് കഴിഞ്ഞുള്ളതാണ് അനുമാന എന്ന് പറയുന്നത്. ഇത് ചില സ്കൂളുകൾ അല്ല, മിക്ക സ്കൂളുകളും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില സ്കൂളുകൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്രമാണിയാണ് അനുമാന എന്ന് പറയുന്നത്. ഇൻഫറൻസ് എന്ന് പറയുന്നത് നമ്മളെ ഊഹന. വി ആർ ഇൻഫറിങ് സംതിങ്. ഇപ്പം എന്ത് ചെയ്യാണ്, കുന്നിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്, പുകയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ തീ ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്ന സാധനമാണ് അനുമാന അഥവാ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, വി ആർ ഇൻഫേറിങ്, അതായത് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഊഹിക്കുന്ന പരിപാടിയാണ് അനുമാനം. ഇതിലെ നമ്മളെല്ലാം നമ്പർ 1 ആണ് ഊഹിക്കുന്ന പരിപാടിയല്ലേ, ഊഹനയല്ല. നമ്മൾ എന്ത് ചെയ്യണം, അനുമാനിക്കുക, നമ്മൾ അങ്ങോട്ട് വരുത്തി തീർക്കുക. അതാണ് അതിന്റെ ശരിയെന്ന് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വരുത്തി തീർക്കുന്ന പരിപാടിയാണ് അനുമാനം എന്ന് പറയാ. ഊഹിക്കല്ല, അനുമാനിക്കുക. ഓക്കെ, നമ്മൾ അങ്ങോട്ട് വരുത്തി തീർക്കുക. യെസ്, ദിസ് ഇസ് ബിക്കോസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പൂർവ്വമായിട്ട് ആർഗ്യൂ ചെയ്യുന്ന പരിപാടിയാണ് അനുമാനം എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മൾ നേരത്തെ പഠിച്ചില്ലടാ, മറ്റേ ആർഗ്യുമെന്റ്, സിലോജിസം, കാറ്റഗോറിക്കൽ സിലോജിസം, ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ അനുമാനമായിട്ട് കണക്ഷൻ ഉണ്ട്. ആൻഡ് ഇൻഫറൻസിലൂടെ മീൻ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലോജിക്, ഈ പറഞ്ഞ സാധനമൊക്കെ ഇന്ത്യൻ നോളേജ് സിസ്റ്റത്തിൽ അനുമാനവുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഇൻഫർ ചെയ്യാണ്, അനുമാനിക്കുകയാണ്. വി ആർ കുറെ റീസൺസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തെളിവില്ലാതെ, വിച്ച് മീൻസ് പ്രോപ്പർ തെളിവില്ലാതെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആക്കുന്ന പരിപാടിയാണ് അനുമാനം എന്ന് പറയുന്നത്. ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, ഇപ്പോഴത്തെ കുട്ടികൾ ഫുള്ള് ഫോണിൽ തന്നെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ തെറ്റായ അനുമാനിയാണ് അല്ലെ. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും അതൊരു ഫലേഷ്യസ് ആയിട്ടുള്ള ഹേതുവാസിയാണ്. അനുമാനയിലെ വേറൊരു ഭാഗമാണ് ഹേതുവാസം, ഫലസീനാണ് ഇതിനെക്കൊണ്ട് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഇതിനെയാണ് അനുമാന ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇതൊരു സോഴ്സ് ഓഫ് നോളേജ് ആണ്. ഇതൊരു സോഴ്സ് ഓഫ് വാലിഡ് നോളേജ് ആയിട്ട് പല സ്കൂളുകളും കൺസിഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോഴ്സ് ഓഫ് വാലിഡ് നോളേജ് ആണ്. കാരണം അനുമാനിക്കുന്ന അർത്ഥവും എന്ത് ചെയ്യാണ്, ശരിയാണെന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് അവിടെ കുന്നിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുക വരുന്നുണ്ടെങ്കിൽ അവിടെ തീ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഇറ്റ് ഈസ് ഓൾസോ വാലിഡ് സോഴ്സ് ഓഫ് നോളേജ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് ഉപമാന എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ഉദാഹരണം, വിച്ച് മീൻസ് കമ്പാരിസൺ. വി ആർ കമ്പാരിങ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, പൂ പോലെ സുന്ദരി, അല്ലെങ്കിൽ പൂ പോലെ സുന്ദരി, അല്ലെങ്കിൽ പാൽ പോലെ വെളുത്തിട്ട്, അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ ഉദാഹരണങ്ങൾ പറയല്ലോ. ഇതാണ് ഉപമാനം എന്ന് പറയുന്നത്. ഉപമിക്കാം. സാധാരണ നമ്മുടെ കവിമാര് ചെയ്യുന്ന പരിപാടി ഉപമിക്കാം. ടൈഗറിനോട് ഉപമിക്കുന്നു, സൂര്യനോട് ഉപമിക്കുന്നു. ഈ പരിപാടിയാണ് ഉപമാനം എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തതാണ് ശബ്ദ ടെസ്റ്റിമണി അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി എന്ന് പറയുന്നത്, വിച്ച് മീൻസ് വാലിഡ് നോളേജ് ആയിട്ട് എടുക്കുന്നത് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഹോളി ഗ്രന്ഥങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷനുകളാണ് ശബ്ദ എന്ന് പറയുന്നത്. വെർബൽ ടെസ്റ്റിമണി, റൈറ്റ്? നമ്മൾ പലപ്പോഴും ഈ പറയുന്ന അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പല കൺസെപ്ഷ്യൽ ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായിട്ട് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യും, റൈറ്റ്? ഇന്റർപ്രിട്ടേഷനെയാണ് ശബ്ദ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ വാലിഡ് സോഴ്സ് ഓഫ് നോളേജ് ആയിട്ട് പല സ്കൂളുകളും എടുത്തിട്ടുണ്ട്. അടുത്തതാണ് അർത്ഥപതി എന്ന് പറയുന്നത്. പെർസെപ്ഷൻ അല്ലെങ്കിൽ പോസ്റ്റുലേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിനെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യാണ്. വി ആർ പോസ്റ്റുലേറ്റിംഗ് സംതിങ് ഓൺ ഇറ്റ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ആണ് അനുപലബ്ധി. ഒന്നിന്റെ ആബ്സെൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ പ്രസൻസ്. കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറയുന്ന സാധനമാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. വീട്ടിൽ ഉമ്മയില്ലെങ്കിലേ ഉമ്മന്റെ വില അറിയുള്ളൂ എന്ന് പറയുമല്ലോ, ആ ഒരു സാധനമാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. ബേസിക്കലി വിച്ച് മീൻസ് എന്ത് ചെയ്യാണ്, നിന്റെ ആബ്സെൻസിൽ അതിനെ മനസ്സിലാക്കുക, അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അനുപലബ്ധി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, രാവിലെ പോകുന്ന സമയത്ത് അവിടെ ഒരു പാത്രം ഉണ്ടായിരുന്നു, നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് അതില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും പൂച്ച വന്നിട്ട് അത് ഉടച്ചിട്ടുണ്ടാവും. വി ആർ ആ ഒരു ആബ്സെൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പെർസീവ് ചെയ്യാണ്. നോൺ പെർസെപ്ഷൻ ആണ്. അങ്ങനെയാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നിനെയും ഒന്നുകൂടി പറയാം. പ്രത്യക്ഷ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ഗെയിൻഡ് ത്രൂ ഡയറക്ട് സെൻസറി പെർസെപ്ഷൻ ആണ്. സൈറ്റ്, ഹിയറിംഗ്, ടച്ച്, സ്മെൽ, ഇതൊക്കെ പ്രത്യക്ഷയാണ്. അനുമാനം എന്ന് പറയുന്നത്, അനുമാനം വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഫർ ചെയ്യാണ്. അർത്ഥങ്ങൾ ഓരോന്നിനെയും കണക്ട് ചെയ്ത് പറയാണ് ചെയ്യുന്നത്. വി അസ്യൂം നോളേജ് ഓഫ് വാട്ട് വി ഡോണ്ട് സീ ഫ്രം വാട്ട് വി സീ. നമ്മൾ കാണാത്തതിനെ കണ്ടതിൽ നിന്നും അസ്യൂം ചെയ്യുന്നതിനെയാണ് അനുമാനം എന്ന് പറയുന്നത്. പുക വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണാത്ത തീ ഉണ്ട് എന്ന് പറഞ്ഞു തീർക്കലാണ് അനുമാനം എന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? വി അസ്യൂം നോളേജ് ഓഫ് വാട്ട് വി ഡോണ്ട് സീ
ഫ്രം വാട്ട് വി സി. അതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ് അതാണ് അനുമാന എന്ന് പറയുന്നത്. അടുത്തത് ഉപമാന എന്ന് പറയുന്നത് വിച്ച് ഇൻവോൾവ്സ് ലേണിംഗ് ത്രൂ കമ്പാരിസൺ ആൻഡ് അനലോഗി, വിച്ച് ഇറ്റ് ഈസ് അനലോഗസ് ആയിട്ട് അല്ലെ അനലഗിയയിൽ നമ്മൾ എന്ത് ചെയ്യാണ് പഠിക്കുന്ന ഒരു സാധനമാണ് ഉപമാന. സ്വീറ്റ് ലൈക്ക് എ മാംഗോ, പാല് പോലെ വെളുത്തതാണ്, അങ്ങനത്തെ സാധനം. കമ്പാരിങ്, അതായത് നാലുകാലുള്ള ഡോഗിനെ കണ്ടിട്ട് പൂച്ചേനെ നമ്മൾ പറയാ ആ പൂച്ച നാലുകാലുള്ള നാക്കാലികളെ പോലെയാണെന്നൊക്കെ പറയുന്ന പോലെ എന്നുള്ള സാധനമാണ് ഉപമാന എന്ന് പറയുന്നത്. മീൻ വി ആർ കമ്പാരിങ്, അറിയാവുന്ന ഒരു സാധനത്തിനെ അറിയാത്തതുമായിട്ട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ് ഉപമാന. ശബ്ദ എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഹോളി സ്ക്രിപ്റ്റേഴ്സിലൂടെയൊക്കെയുള്ള എഴുത്തോലകളിലൂടെയൊക്കെയുള്ള നോളേജിനെയാണ് ശബ്ദ എന്ന് പറയുന്നത്. വി ആർ ഇന്റർപ്രിറ്റിംഗ്, വി ആർ കണക്ടിങ് ഇറ്റ്. ഓക്കെ. ദെൻ അർത്ഥപതി എന്ന് പറയുന്നത് പോസ്റ്റുലേഷൻ ആണ്. മെത്തേഡ് ഓഫ് എക്സ്പ്ലെയിനിങ് കോൺട്രാഡിക്ടറി സിറ്റുവേഷൻ ബൈ പെർസ്യൂമിങ് സംതിങ് ടു ബി ട്രൂ ആണ്, പോസ്റ്റുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹെൽത്തി ആയിട്ടുള്ള, അപ്പൊ ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയണ എടാ എന്തൊരു ക്ഷീണാണോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും ഞാൻ രാത്രി ഉറങ്ങാറേ ഇല്ല, ഹെൽത്തി ആയിട്ട് ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, അപ്പൊ ഞാൻ പറയും ഞാൻ രാത്രി ഉറങ്ങാറേ ഇല്ല. അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ പകൽ ഉറങ്ങിയിട്ടുണ്ടാവും. ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പകൽ ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലാതെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. അതിനെയാണ് അർത്ഥപതി എന്ന് പറയുന്നത്. വി ആർ പോസ്റ്റുലേറ്റിംഗ്, അതായത് ഈ പറയുന്ന പകൽ ഉറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, ബട്ട് വി ആർ എന്ത് ചെയ്യാണ്, വി വിൽ നോട്ട് ബിലീവ് ഇറ്റ് ആൻഡ് ഈ പറയുന്നതിന് പകരം വി ആർ സപ്പോസിങ് സംതിങ് എൽസ്. ഓക്കെ, പോസ്റ്റുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സമ്മൺ ഈസ് സീൻ വിത്ത് എൻ അംബ്രല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, പ്രസ്യൂം ചെയ്യാണ് മഴ പെയ്തിട്ടുണ്ടാവണം. നനഞ്ഞ കുടയുമായിട്ട് വരുന്ന ഒരാളെ കാണുമ്പോൾ അവിടെ റെയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രസ്യൂം ചെയ്യുന്നതിനെയാണ് അർത്ഥപതി എന്ന് പറയുന്നത്, പോസ്റ്റുലേറ്റ് ചെയ്യും. അനുപലപ്തി എന്ന് പറയുന്നത് ഒന്നിന്റെ ആബ്സെൻസിലൂടെ നമ്മൾ മറ്റൊന്ന് ഗെയിൻ ചെയ്യുന്നതിനെയാണ് അനുപലപ്തി എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് വെളിച്ചമില്ലെങ്കിൽ നമ്മൾ രാത്രി എന്ന് വിളിക്കൂലേ, ഇതിനെയാണ് അനുപലപ്തി എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ ലോജിക് സ്കൂൾ ന്യായ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഇൻഫറൻസ്, അയ്യോ ഇത് ഇവിടെയല്ല കൊടുക്കേണ്ടത്, യെസ് ഇത് ഇവിടെയല്ല, സോറിടാ, ഈ ക്വസ്റ്റ്യൻ ഇവിടെയല്ല പ്ലേസ് ചെയ്യേണ്ടത്, സോറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്, നോളജ് derived from comparison and which roughly correspond to analogy is called dash. കമ്പാരിസൺ എന്താ വിളിക്കുക, അർത്ഥപതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ കഴിച്ചില്ല. ഇതൊരു PYQ ആയിരുന്നു കേട്ടോ, കഴിഞ്ഞ 24 ലെറ്റർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാരും എവ്രി വണ്ണില് മെസ്സേജ് അയക്കണം, പേഴ്സണലി മെസ്സേജ് അയക്കല്ലേ. പേഴ്സണലി മെസ്സേജ് ഞാൻ കാണില്ല കേട്ടോ. യു ചൂസ് എവ്രി വൺ. എല്ലാരും കാണട്ടെ നിങ്ങളെ ഉത്തരം, കാണട്ടെ. Upamana. Yes, Upamana. Easy question. To find my way about it in a village, I ask a resident for guidance. Which of the following instruments of knowledge is used according to classical Indian school of logic? എന്റെ വില്ലേജിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി ഞാൻ ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കുന്നതിന് എന്താ പറയാ? പെർസെപ്ഷൻ, സിമിലാരിറ്റി, ഇൻഫറൻസ്, വെർബൽ ടെസ്റ്റിമണി. എന്താ? അതായത് വീട്ടിലോട്ടുള്ള വഴി, ഒരാളോട് വഴി ചോദിക്കുമല്ലോ നമ്മള് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനെ വഴി ചോദിച്ചു മനസ്സിലാക്കുന്നതിന് എന്താ പറയാന്ന്? ഏത് സോഴ്സ് ഓഫ് നോളജ് ആണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്. ബ്രില്യന്റ് ആയിട്ട് എല്ലാവരും ആൻസർ ചെയ്തേ. എല്ലാവരും ബുദ്ധിപരമായിട്ട് ആലോചിച്ചു ആൻസർ ചെയ്തേ. വീട്ടിലോട്ടുള്ള വഴി ഗൈഡ് ചെയ്യാൻ വേണ്ടി കാണിച്ചു തരുന്ന ഏതാ? ആരാ അവിടെ ഡി ഇട്ടേ? വെർബൽ ടെസ്റ്റിമണി എന്താ? വെർബൽ ടെസ്റ്റിമണി എന്താ? ശബ്ദ. വെർബൽ ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. ആ വാക്കിനർത്ഥം നോക്കരുത് കേട്ടോ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹോളി സ്ക്രിപ്റ്റേഴ്സ് ആണ് വെർബൽ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. ക്ലിയർ? നേരെ ചൊവ്വേ ഞാൻ നിങ്ങളോട് എനിക്കൊന്ന് വഴി കാണിച്ചതാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വഴി കാണിച്ചു തരുത്. ഇതേടാ ഈ കൂടെ പോയിട്ട് എന്ത് ചെയ്യുക, ഇതിലൂടെ പോകുന്നവർ കാണിച്ചു തരുന്നത് കാണുക ഈസ് എ സെൻസറി ഓർഗൻ. റൈറ്റ്? കണ്ണ് ഈസ് എ സെൻസറി ഓർഗൻ. സെൻസറി നോളജിലുള്ള നോളജിനെയാണ് നമ്മൾ പ്രത്യക്ഷ എന്ന് വിളിക്കുന്നത്. യു സി, പ്രത്യക്ഷ, പെർസെപ്ഷൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to classical Indian school of knowledge, classical Indian school of logic, knowledge resulting from prior knowledge of invariable concomitants between two objects is called dash. Arthapadi, Anumana, Upamana, Anupalapti. Invariable concomitants between two objects. രണ്ടുമായിട്ട് നല്ല സാമ്യമുള്ള സാധനം. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെന്താ വിളിക്കുന്ന? പ്രയർ നോളേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവര് നല്ല കണക്റ്റഡാ. എങ്ങനെ? ചക്കയും ഈച്ചയും പോലെ, തീയും പുകയും പോലെ, അതുപോലെ
ഇതുപോലെ കണക്റ്റഡ് ആണ്. ഇൻവാരിയബിളി കൺകമിറ്റൻസ്. തീ ഉണ്ടെങ്കിൽ പുകയുണ്ടായിരിക്കും, അതുപോലെ ചക്കയുണ്ടെങ്കിൽ ഈച്ചയുണ്ടായിരിക്കും, അതുപോലെ ഇങ്ങനത്തെ സാധനമായിട്ട് കൺകമിറ്റൻസ് ആയിട്ട് ഉള്ള സാധനം ഏതോ പ്രീവിയസ് നോളേജ് വെച്ചിട്ട് നമ്മൾ ഉപമാനയോ? You didn't get me? പുക കണ്ടാൽ തീ ഉണ്ടെന്ന് പറയുന്നത് ഏതാടാ? പുക കണ്ടാല് തീ ഉണ്ടെന്ന് പറയുന്നത് ഏതാ? നമുക്ക് മനസ്സിലായില്ല. ഈച്ചയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് ചക്ക ഉണ്ടായിരിക്കും, അല്ലെ പഴം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ തേനീച്ചയെ കണ്ടാൽ അവിടെ പൂവുണ്ടെന്ന് പറയുന്നത് ഏതാ? ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും, ഉണ്ടാവും. അനുമാന. ഓക്കെ. ഇൻവാരിയബിൾ കൺകമിറ്റൻസ് എന്ന് പറയുന്നത് അവർ തമ്മിൽ ഭയങ്കര ചേർന്നതാ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ എന്റെ കൂട്ടുകാരിയും പറയും, മുബഷിറ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, മറ്റാളുണ്ടാവും എന്ന് പറയുന്നതാണ് ഇൻവാരിയബിൾ കൺകമിറ്റൻസ് എന്ന് പറയുന്നത്. പുക കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തായാലും തീ ഉണ്ടായിരിക്കും. അവര് എന്ത് ചെയ്യണം, നമ്മൾ പ്രീവിയസ് നോളേജിൽ നമ്മൾ മനസ്സിൽ അത് ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ്. ക്ലിയർ? ഇതിനെയാണ് അനുമാന എന്ന് പറയുന്നത്. ക്ലിയർ? ഇൻവാരിയബിളി കൺകമിറ്റൻസ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ. നെവർ. ഇനി അത് തെറ്റിക്കരുത്. ക്ലിയർ? അപ്പം അനുമാന എന്ന് പറയുന്നത് ബേസിക്കലി ഇൻഫറൻസ് ആണ്. നമ്മൾ ഇൻഫർ ചെയ്യാണ്, പ്രീവിയസ് നോളേജിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഫർ ചെയ്യുന്ന സാധനമാണ്. ക്ലിയർ? വി ആർ ഇൻഫറിങ് സംതിങ് വിച്ച് മീൻസ് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളേജിൽ കിടക്കുന്ന എവിടെയോ നമ്മളെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുകയാണ്, പുകയുണ്ടെങ്കിൽ അവിടെ തീ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അതിനെയാണ് നമ്മൾ അനുമാന എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ അനുമാനയുടെ ഡീറ്റെയിൽസ് ആണ് ഈ പഠിക്കാൻ പോകുന്നത്. ഇൻവാരിയബിൾ കൺകമിറ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന്റെ ഡീറ്റെയിൽ സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന. ഇറ്റ് ഈസ് കോൾഡ് ഇൻഫറൻസ്. അനുമാന. ഈ പറയുന്ന അനുമാനങ്ങൾ പല രീതിയിലുണ്ട്. വിച്ച് മീൻസ് ഈ ഒരു നോളേജ് അല്ലെങ്കിൽ അനുമാന അല്ലെങ്കിൽ അസിംഷൻ എന്ന് പറയുന്നത് വാക്കായിട്ടുള്ള അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എന്നും മാന എന്ന് പറയുന്ന നോളേജുമാണ്. അതായത് നമ്മൾ ഓൾറെഡി പെർസീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ ഊഹിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് അതിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അനുമാന എന്ന് പറയുന്നത്. ക്ലിയർ? ആഫ്റ്റർ നോളേജ് എന്നാണ് അനുമാനയുടെ അർത്ഥം എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ഇനി നമുക്ക് താഴെ കിടക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. എടാ ബാങ്ക് വിളിക്കുന്ന ഒരു സെക്കൻഡ്, 1 മിനിറ്റ് ബ്രേക്ക്. വെൽക്കം ബാക്ക്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഹിൽ ഈസ് ഫെയറി. ദ ഹിൽ ഈസ് ഫെയറി. ഈ പറയുന്ന എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാല് ഹില്ലിന് തീ പിടിച്ചിട്ടുണ്ട്. അതാണ് കൺക്ലൂഷൻ കേട്ടോ. ഹിൽ ഈസ് ഫെയറി എന്ന് പറയുന്നതാണ് കൺക്ലൂഷൻ.
because the hill is smoky. Whatever has fire has smoke. Right. The hill is fiery because the hill is smoky. Whatever has fire has smoke. ഇതൊരു അനുമാനയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഹിൽ ഈസ് ഫയറി എന്ന് പറയുന്നതാണ്. കുന്നിന്റെ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തീ പിടിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ തീ കണ്ടിട്ടുണ്ടോ? ഹില്ലിന്റെ പുറത്ത് തീ പിടിച്ചു എന്നുള്ളത് നിങ്ങൾ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ കണ്ടത് എന്താ? ഹിൽ ഈസ് സ്മോക്കി. സ്മോക്ക് വരുന്നുണ്ട് ഹില്ലിന്റെ അകത്തുനിന്ന്. വാട്ട് എവർ ഹാസ് ഫയർ ഹാസ് സ്മോക്ക്, അല്ലെ? എവിടെ നിന്നൊക്കെ ഫയർ ഉണ്ടോ അവിടേക്ക് സ്മോക്ക് വരും. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള ഇൻഫറൻസ് ആണ്. കാരണം അവനിലൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഫയറിന് കാണുന്നില്ല. ഓക്കെ, wherever there has fire it is a smoke. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഹില്ലിനകത്ത് തീ പിടിച്ചിട്ടുണ്ട് ബിക്കോസ് ഹിൽ ഹാസ് സ്മോക്ക് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യത്തിനെ കൺക്ലൂഡ് ചെയ്യാണ്. ഇതൊരു അനുമാനയുടെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫോർ അനുമാന എന്ന് പറയുന്നത്. ഇതിനകത്ത് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഓർഡർ നിങ്ങൾ നോക്കണ്ട. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ ഹിൽ ഈസ് ഫയറി എന്ന് പറയുന്നതാണ്. ദ ഹിൽ ഈസ് ഫയറി എന്ന് പറയുന്നതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ റീസൺ ആണ് ദ ഹിൽ ഈസ് സ്മോക്കി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് എവർ അതിൽ നിന്ന് നമ്മളൊരു കാരണം, അതായത് അതിന്റെ റീസണിലോട്ട് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഫയർ ഹാസ് സ്മോക്ക് എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്. നമ്മൾ നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ഇതും ആയിട്ട് ഈ പറയുന്ന കൺക്ലൂഷൻ, രണ്ട് പ്രിമൈസ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിയൻ സിലോജിസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്റ്റഡ് ആണ്. പ്രിമൈസ് 1, പ്രിമൈസ് 2, അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം എന്ത് ചെയ്യാണ്, നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, കൺക്ലൂഷനകത്തുള്ള പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ മേജർ ടേം ഏതാണ്? ഇവിടുത്തെ മേജർ ടേം ഏതാണ്? ഇവിടുത്തെ മേജർ ടേം ഏതാണ്? കൺക്ലൂഷനകത്തെ പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മേജർ ടേം എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ മേജർ ടേം ഏതായിരിക്കും അപ്പം? സാധാരണ നമ്മുടെ സിലോജിസത്തിൽ പറയുന്ന സെയിം സാധനം. യെസ്, ഫയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മേജർ ടേം എന്ന് പറയുന്നത്. ക്ലിയർ? ഫയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മേജർ ടേം എന്ന് പറയുന്നത്. കാരണം കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മേജർ ടേം എന്ന് വിളിക്കുന്നത്. അതുപോലെ കൺക്ലൂഷന്റെ സബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈനർ ടേം എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ മൈനർ ടേം ഏതാണ്? മൈനർ ടേം എന്ന് പറയുന്നത് ഏതാണ് അവിടെ? എല്ലാരും ആൻസർ ചെയ്യടാ, ഒരാൾ മാത്രം പറയാം. ഹില്ലാണ് ഇവിടുത്തെ മൈനർ ടേം ആയിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മിഡിൽ ടേം, അതായത് കൺക്ലൂഷനിൽ വരാത്ത ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിഡിൽ ടേം എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് സ്മോക്ക് ആണ് കാരണക്കാരൻ, അല്ലെ? സ്മോക്ക് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സ്മോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിഡിൽ ടേം എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ഇന്ത്യൻ ലോജിക്കിലോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന മേജർ ടേമിനും മൈനർ ടേമിനും മിഡിൽ ടേമിനും അതിൻ്റെതായിട്ടുള്ള പേരുണ്ട്. അതായത് നമ്മൾ വിളിക്കുന്ന മേജർ ടേമിന്റെ പേരാണ് സാധ്യ. മേജർ ടേം സാധ്യ. ആൻഡ് ഇത് കാരണക്കാരൻ എന്താണ്? മിഡിൽ ടേം, അല്ലെ? കാരണക്കാരൻ, എല്ലാത്തിനും ഒരു കാരണക്കാരൻ ഉണ്ടല്ലോ. അതായത് കൺക്ലൂഷനിൽ വരാതെ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരൻ, മിഡിൽ ടേം. അതിനെ കൊണ്ടാണ് നമ്മളെ ഹേതു, എല്ലാത്തിനും കാരണക്കാരൻ ഹേതു. ഓക്കെ. ആൻഡ് മൈനർ ടേം പാവം, സാധു. അതായത് നമ്മളെ ഹില്ലാണ് മൈനർ ടേം. എന്ത് ചെയ്യാണ്? ഹില്ലാണ്, അതിന്മേലാണ്, ഹില്ലിന്റെ മണ്ടയിലാണ് എന്ത് ചെയ്യുന്നത്? പുക വരുന്നത്. ഇതിനെയാണ് പക്ഷ എന്ന് വിളിക്കുന്നത്. പക്ഷ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സാധ്യ ഫയർ ആണ്. അതായത് കൺക്ലൂഷനകത്തെ മേജർ ടേമിനെയാണ് നമ്മൾ വിളിക്കുന്നത്. കൺക്ലൂഷനകത്തെ പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് വിളിക്കുന്നത്. അതിനെ കൊണ്ട് ഇന്ത്യൻ ഭാഷയിൽ സാധ്യ എന്ന് പറയും. അതേപോലെ മൈനർ ടേമിനെ പക്ഷ എന്ന് പറയും. അതുപോലെ തന്നെ ഹേതു എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ്. ഇവിടെ സാധ്യയായിട്ടുള്ളത് ഫയർ ആണ്, ഹേതു ആയിട്ടുള്ളത് സ്മോക്ക് ആണ്, പക്ഷിയായിട്ടുള്ളത് ഹില്ലാണ്. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? ക്ലിയർ ആണോ എവരിബഡി? സിമ്പിൾ അല്ലയോ? സാധ്യത പഠിച്ചു വെക്കണേ. സാധ്യ മേജർ ടേം, ഹേതു മിഡിൽ ടേം, പക്ഷ മൈനർ ടേം. പഠിച്ചു വെക്കണേ. മനസ്സിലായല്ലോ അല്ലെ? ഷാൽ ഐ മൂവ് ഓൺ? ഓക്കെ. ഇനി അടുത്തത് യെസ്, താഴെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ ശേഷം അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. There is smoke on the distant hill. Since smoke is always accompanied by fire, the hill must have fire too. Which of the terms correspond to the sadhya major term in above argument according to classical Indian logic of school of logic? Sorry. ഏതാണ് ഇതിനകത്ത് മേജർ ടേം? ഇത് വായിച്ചിട്ട് ആൻസർ ചെയ്തേ. ഇതൊരു പി വൈക്കുമായിരുന്നു.
there is smoke on the distant hill. Since smoke is always accompanied by fire, the hill must have fire too. സ്മോക്ക് അല്ല. ഇവിടുത്തെ കൺക്ലൂഷൻ ആദ്യം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് മേജർ ടേം ഭയങ്കര ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മേജർ ടേം മൈനർ ടേം സാധനം പറയുന്ന സമയത്ത് ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങൾ അതിന്റെ കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ എങ്ങനെ കണ്ടെത്താം? കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു കാര്യം പറയാണ്. ഇതിനകത്ത് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ ഹിൽ മസ്റ്റ് ഹാവ് ഫയർ ടു എന്ന് പറയുന്ന സാധനമാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഹിൽ ഹാസ് ഫയർ എന്നുള്ളതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ബാക്കിയെല്ലാം അതിന്റെ പ്രിമൈസുകളാണ്. നമ്മൾ ഫൈനലൈസ് ചെയ്ത്, അതായത് മറ്റുള്ള പ്രൊമൈസുകളിൽ നിന്നും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഫൈനലൈസ് ചെയ്തൊരു സാധനം കൺക്ലൂഡ് ചെയ്യല്ലേ. ആ കൺക്ലൂഷൻ ആദ്യം കണ്ടെത്തുക. കൺക്ലൂഷന്റെ അകത്തെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം എന്ന് പറയുന്നത്. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും, ഇന്ത്യൻ ആവട്ടെ, ഇനി അരിസ്റ്റോട്ടലിയൻ ആവട്ടെ, എന്തുമാവട്ടെ, മേജർ ടേം എന്ന് പറയുന്നത് കൺക്ലൂഷനകത്തെ പ്രെഡിക്കേറ്റിനെയാണ്. അപ്പൊ കൺക്ലൂഷൻ ആദ്യം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രെഡിക്കേറ്റ് കിട്ടും. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഫയർ ടു എന്ന് പറയുന്നതാണ്. അതിനകത്ത് ഫയർ ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഫയർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി തെറ്റിക്കരുത് കേട്ടോ, ഫയർ ആണ്. ഇനി ന്യായ തിയറി ഓഫ് പെർസെപ്ഷനില് 5 മെമ്പേഴ്സ് ഉണ്ട്. ഇത് ന്യായ തിയറി ഓഫ് പെർസെപ്ഷൻ ആണ്. പെർസെപ്ഷന്റെ മീൻ ഈ പറയുന്നതിന്റെ മറ്റൊരു തിയറിയാണ് കേട്ടോ. ഇത് അനുമാനയിൽ വരുന്നതല്ല, പക്ഷെ ഇതിനകത്ത് ഒരു തിയറിയാണ്. ഇതിനകത്ത് 5 മെമ്പേഴ്സ് ഉണ്ട്. ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കാം. ക്ലിയർ? ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കുകയാണ് ഇത് ചെയ്യേണ്ടത്. ന്യായ തിയറി ഓഫ് പെർസെപ്ഷൻ ആണ്. 5 പ്രൊപ്പോസിഷൻ ഉണ്ട് ഈ ഒരു തിയറിക്കകത്ത്. 5 മെമ്പേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിനെ അവയവ എന്നാണ് വിളിക്കുക കേട്ടോ. ന്യായ തിയറിയിൽ വരുന്ന മറ്റൊരു പെർസെപ്ഷന്റെ 5 അവയവങ്ങളാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 5 ആയിട്ട് വിളിക്കണം. മീൻസ് 5 ഓർഡറിൽ പോകുന്ന സാധനമാണ്. ഒന്നാമത്തത് പ്രതിജ്ഞ, രണ്ടാമത്തത് ഹേതു, മൂന്നാമത്തത് ഉദാഹരണ, നാലാമത്തത് ഉപനയ, അഞ്ചാമത്തത് നിഗമനം. ഇതിനെ നമുക്ക് ഒരു സൂത്രവാക്യത്തിലായിട്ട് ഫൂൺ എന്ന് പറയുന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. PHUUN, ഫൂൺ. P ഫോർ പ്രതിജ്ഞ, H ഫോർ ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. ഉദാഹരണ, ഉപനയ ഇതായിരിക്കും എപ്പോഴും മാറുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഉദാഹരണം കഴിഞ്ഞിട്ടാണ് ഉപനയ വരിക എന്ന് ഓർത്തിരിക്കാം. എന്നിട്ടാണ് നിഗമന എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഫലസിയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. ഈ ഓർഡറിൽ തന്നെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനും വരും. ആദ്യം പ്രതിജ്ഞയാണ്, പെർസെപ്ഷൻ തിയറിയിൽ വരുന്ന ആദ്യം പ്രതിജ്ഞയാണ്, രണ്ടാമത്തേത് ഹേതുവാണ്, മൂന്നാമത്തെ ഉദാഹരണയാണ്, നാലാമത്തെ ഉപനയാണ്, അഞ്ചാമത്തത് നിഗമനയാണ്. ഇനി ഇതിന് ഓരോന്നിനും ഓരോരോ എക്സാമ്പിൾ ഉണ്ട്. അതായത് ഓർഡർ ആണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന അനുമാനയിലോട്ട് വരുന്നതിന്റെ ഒരു സെർട്ടൈൻ ഓർഡറിലാണ് ഇത് പോകുന്നത്. ആദ്യത്തത് പ്രതിജ്ഞ എന്ന് പറയുന്നത് കൺക്ലൂഷനെയാണ് നമ്മൾ പ്രതിജ്ഞ എന്ന് പറയുന്നത്. പ്രതിജ്ഞ ഫൈനലൈസ് ചെയ്തിട്ടുള്ള സാധനം. ദിസ് ഹിൽ ഹാസ് ഫയർ എന്ന് പറയുന്നതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതിനെല്ലാത്തിനും ഒരു ഹേതു ഉണ്ടായിരിക്കും, ഒരു കാരണക്കാരൻ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർസെപ്ഷനിൽ നമ്മൾ ഒരു കാര്യം പറയണം. അതായത് അവള് ചീത്തയാ, അവൻ ചീത്തയാന്നും പറയണം. ഈ അവൻ ചീത്തയാന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കാര്യമായിട്ട് പറയാണ്. വി ആർ പോസ്റ്റുലേറ്റിംഗ് സംതിങ്. വി ആർ പ്രതിജ്ഞിക്കുക ഒരു സാധനം. അവൻ ചീത്തയാ, അതിനൊരു കാരണം വേണമല്ലോ. അപ്പൊ അടുത്തിരിക്കുന്ന ആൾ ചോദിക്കും അതിനെന്താ കാരണം, എന്തോന്ന് ചോദിക്കും. ബിക്കോസ് ദിസ് ഹിൽ ഹാസ് ഫയർ എന്ന് പറയുമ്പോൾ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? കഞ്ചാവ് വലിക്കുന്നുണ്ട്. അവൾ എന്ത് ചെയ്യുന്നുണ്ട്? കഞ്ചാവ് വലിക്കുന്നുണ്ട്. ഇതാണ് ഹേതു എന്ന് പറയുന്നത്. അപ്പം അടുത്തതായിട്ട് കുറച്ചും കൂടി നമ്മൾ മോഡിഫൈ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തീരൂല. യു ഷുഡ് എക്സ്പ്ലെയിൻ മോർ. അതായത് വാട്ട് എവർ ഹാസ് സ്മോക്ക് ഹാസ് ഫയർ. എവിടെ സ്മോക്ക് ഉണ്ട് അവിടെ ഫയർ ഉണ്ട്. അതായത് ആരൊക്കെ കഞ്ചാവ് വലിക്കുന്നോ അവരൊക്കെ വെടക്കാണ്, അവരൊക്കെ ചീത്തയാണ്. അതുപോലെ ദിസ് ഹിൽ ഹാസ് സ്മോക്ക് വിച്ച് ഈസ് ഇൻവാരിബിളി അസോസിയേറ്റഡ് വിത്ത് ഫയർ, ഉപനയയാണത്. ആൻഡ് ലാസ്റ്റ്ലി therefore this hill has fire, നിഗമനം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? therefore this hill has fire എന്നുള്ളത് നിഗമിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 5 സ്റ്റെപ്പുകൾ നിങ്ങൾ കാണാതെ പഠിക്കുക. തിയറിയിലുള്ള, പെർസെപ്ഷൻ തിയറിയിലുള്ളതാണ്. 5 സ്റ്റെപ്പുകൾ ഓർഡറിൽ പഠിക്കുക. ദിസ് ഹിൽ ഹാസ് ഫയർ പ്രതിജ്ഞ, ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക് ഹേതു, വാട്ട് എവർ ഹാസ് സ്മോക്ക് ഹാസ് ഫയർ എക്സാമ്പിൾ ഓവൻ, ഉദാഹരണ ദിസ് ഹിൽ ഹാസ് സ്മോക്ക് വിച്ച് ഇസ് ഇൻവാരിബിളി അസോസിയേറ്റഡ് വിത്ത് ഫയർ, ഉപനയ therefore this hill has fire, നിഗമനം. ഈ ഒരു ഓർഡറിൽ
പഠിച്ചു പോവാം. ഓക്കെ, പ്രതിജ്ഞ എന്ന് പറയുന്നത് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റിനെയാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ആ റീസൺ നമ്മൾ എന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ റീസൺ കൊണ്ടെത്തുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്താണ് ഉദാഹരണം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഉദാഹരണം എടുക്കുന്നതാണ്. ഫോർത്ത് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഉദാഹരണത്തിനെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ 5 members syllogism that must be illustrated in the following. മെമ്പേഴ്സ് അവയവ എന്ന് അതിനെ വിളിക്കുക. ന്യായ തിയറി ഓഫ് പെർസെപ്ഷനിലുള്ളതാണ്. ന്യായ തിയറി ഓഫ് പെർസെപ്ഷന്റെ 5 പ്രൊപ്പോസിഷൻ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അതിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, വിച്ച് യു ഹാവ് ടു ഡു നൗ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്, ന്യായ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഇൻഫറൻസിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, അനുമാനയുടെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? വിച്ച് കറസ്പോണ്ട് ടു ആപ്ലിക്കേഷൻ. ഉപനയ എന്ന് പറയുന്ന, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉപനയ എന്ന് പറയുന്നതിന്റെ സ്റ്റെപ്പ് ഏതാണ്? The mountain has fire, whatever has smoke has fire, example in oven. That mountain has smoke such as invariably accompanied by fire. Because it has smoke, therefore that mountain has fire. ഏതിനെയാണ് നമ്മൾ ഉപനയ എന്ന് വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞു ഞാനെല്ലാം. അതിനകത്ത് ഏതിനെയാണ് നമ്മൾ ഉപനയ എന്ന് വിളിക്കുന്നത്? വിച്ച് മീൻസ് ഫോർത്ത് സ്റ്റെപ്പ് ഏതാണ്? ആദ്യത്തത് പ്രതിജ്ഞ, രണ്ടാമത്തത് ഹേതു, മൂന്നാമത്തത് ഉദാഹരണ, നാലാമത്തത് ഉപനയ, അഞ്ചാമത്തത് നിഗമന. ഈ പറയുന്ന ഉപനയ ഏതാ? നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ഇവിടുത്തെ എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യാണ്. അപ്ലിക്കേഷൻ നടത്തുന്ന പരിപാടിയാണ്. യെസ്, നിങ്ങള് സി ഓൺലി എന്നുള്ളതിന്റെ സി ഓപ്ഷനും ഉണ്ട്. എനിക്ക് തോന്നുന്നത് സി ഇട്ടൊരു that mountain has smoke such is invariably associated. ഓപ്ഷൻ എ ഇട്ടൊരു എ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വെരി ഗുഡ്, നിങ്ങൾക്ക് മനസ്സിലായി. ആ സ്റ്റെപ്പുകൾ ആ ലെവലിലേക്ക് തന്നെ പഠിക്കുക. ഒന്നൊക്കെ ഇവർ എന്താ ചെയ്യാന്നറിയോ, ഒന്നൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും തരാം. അല്ലെങ്കിൽ നിങ്ങളോട് പറയാം എന്താണെന്നറിയോ, ഇത് പറഞ്ഞാൽ മതി, ഈ പറയുന്ന ഫോണിന്റെ ആപ്ലിക്കേഷൻ ലെവൽ, ഐ മീൻ ആ ഒരു പറയുന്ന പ്രതിജ്ഞ, ഏത് ഉദാഹരണം, ആ പറയുന്നതിന്റെ ഇതിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയേ, ഇതിൽ അറേഞ്ച് ചെയ്ത് നോക്കിയേ, എല്ലാം ഉണ്ട്. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയേ. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന എന്ന് പറയുന്നതിന്റെ ഇതില് അറേഞ്ച് ചെയ്ത് നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അങ്ങനെയായിരിക്കും. ABCDEയിലെ അറേഞ്ച്മെന്റ് ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ പ്രതിജ്ഞയാവണം, പ്രതിജ്ഞയുടെ എക്സാമ്പിൾ ആവണം. രണ്ടാമത്തത് ഹേതു, മൂന്നാമത്തെ ഉദാഹരണം, നാലാമത്തെ ഉപനയ, നിഗമനം. നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണേ. വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് എക്സാം എഴുതുന്ന സമയത്തും വെള്ളം ധാരാളം കഴിക്കാം. കാരണം നമ്മൾ ആക്റ്റീവ് ആവണം, മൈൻഡ് ഒക്കെ ഇങ്ങനെ ഫ്രഷ് ആയി ആക്റ്റീവ് ആവണം. അപ്പോൾ നമ്മളെ മൈൻഡ് ഒക്കെ വർക്ക് ചെയ്യുമോ. സോ ഇടക്കിടക്ക് വെള്ളം കുടിക്കുക. ആൻഡ് ബാത്റൂമിലൊക്കെ പോയിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇടക്ക്, വിച്ച് മീൻസ് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കും. അപ്പൊ നിങ്ങളുടെ മൈൻഡ് ഒക്കെ റിഫ്രഷിംഗ് ആയിരിക്കും. ദാറ്റ്സ് ദ ടിപ്പ് ഓഫ് ദ ഡേ. ABDCE. A, that mountain has fire. Yes. D, because it has smoke. Hedu, yes. B, yes. C, yes. And E, yes. Very good. അപ്പൊ പഠിച്ചല്ലോ അല്ലെ? ഫോൺ കേട്ടോ. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ ആൻഡ് നിഗമന. ഇതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിച്ചു. ഈ ടൈപ്സ് ഓഫ് അനുമാനയാണ്. അനുമാനയുടെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൈപ്പുകൾ. ഓക്കെ, അനുമാനയെ നമുക്ക് എന്ത് ചെയ്യാം, പല തരത്തിലായിട്ട് പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 3 ടൈപ്പുകൾ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ ടൈപ്പിലാണ് സ്വാർത്ഥാനുമാന, പാരാർത്ഥാനുമാന എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത്. സ്വാർത്ഥാനുമാന എന്ന് പറയുന്നത് ആ പറയുന്നത് പറച്ചില്ലന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് എവിഡൻസ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. സ്വാർത്ഥനാണ്, അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. ഓക്കെ, സ്വാർത്ഥാനുമാന is when the reason and the conclusion are known directly and don't need any external evidence. പുറമേന്ന് ഒരു തെളിവൊന്നും വേണ്ടെന്നേ, അതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റീസൺ ഉണ്ട്. ഓക്കെ, ഓൾ ഹസ്ബൻഡ്സ് ആർ മാരീഡ്. അത് പറയുമ്പോ തന്നെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പം ഓൾ ഹസ്ബൻഡ്സ് ആർ മാരീഡ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഉണ്ട് എന്ത് ചെയ്യുന്നത്, അതിന്റെ റീസൺ കാര്യം അല്ലെ. ഇങ്ങനെ എല്ലാ പുരുഷന്മാരും മാരീഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും മാരീഡ് ആണോ, അങ്ങനെ ശരിയാവില്ലല്ലോ. ബട്ട് ഓൾ ഹസ്ബൻഡ്സ് ആർ മാരീഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റീസൺ തന്നെ അതിനകത്തുണ്ട്. അപ്പം റീസൺ ഈസ് എവിഡന്റ്ലി അതിനകത്തുണ്ടായിരിക്കും. ഓക്കെ, റീസൺ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ എവിഡന്റ് ആയിട്ട് കാണുന്നതിനെയാണ് സ്വാർത്ഥാനുമാന, സെൽഫ് എവിഡന്റ് ഇൻഫറൻസ് എന്ന് വിളിക്കുന്നത്.
അടുത്തതാണ് പാരാർത്ഥ അനുമാനം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ബാക്കിയുള്ള വളഞ്ഞ വഴിയിലൂടെ മൂക്ക് പിടിക്കുന്ന സാധനം പാരാർത്ഥ അനുമാനം. എന്ത് ചെയ്യാണ് നമ്മൾ പല പല റീസൺസും പല പല കൺക്ലൂഷനും ഈ പറയുന്ന എല്ലാ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് പാരാർത്ഥ അനുമാനയിലാണ്. ഇൻഫറൻസ് ത്രൂ അതേഴ്സ് ആണ്. കുറെ റീസൺസും കുറെ ജ്ഞാനങ്ങളൊക്കെ വേണം പാരാർത്ഥ അനുമാനയിലോട്ട് നമ്മൾ കൺക്ലൂഷനിലോട്ട് എത്താൻ. പാരാർത്ഥ അനുമാനം ഇൻവോൾവ്സ് ഡ്രോയിങ് ആൻ ഇൻഫറൻസ് ബേസ്ഡ് ഓൺ ടെസ്റ്റിമണി ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് റിലയബിൾ സോഴ്സസ്. The reasons and conclusion are not known directly but are accepted through trustworthy testimony ആണ്. ഈ പറയുന്ന ഫുൾ 5 സ്റ്റെപ്പുകളും പാരാർത്ഥനയിലൂടെയാണ്. അതായത് ആ റീസൺ ഇപ്പം ഹീൽ ഹാസ് സ്മോക്ക് എന്ന് പറയുന്നതിന് നമുക്ക് അതിന്റെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാം ആ കുന്നിന്റെ മണ്ടയിൽ എന്ത് ചെയ്യാണ് തീ ഉണ്ടെന്ന് പറയുമ്പം എങ്ങനെ എപ്പോ എങ്ങനെ ഒരാൾ മരിച്ചു എന്ന് വന്നിട്ട് പറയണം ഒരാള് നിങ്ങളോട് പറയാണ് ഒരാൾ മരിച്ചു എപ്പോ എങ്ങനെ എവിടുന്ന്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇതിനെയാണ് പാരാർത്ഥ അനുമാനം. കാരണം നമ്മൾ കാണാത്തൊരു സാധനമാണല്ലോ, നമ്മൾ കേൾക്കില്ലേ. അപ്പൊ കാണാത്തൊരു സാധനത്തിന് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ് നമുക്ക് കുറെ റീസൺസ് വേണം. ഓക്കെ, സോ ഇതാണ് പാരാർത്ഥ അനുമാനം, ഇൻഫറൻസ് ത്രൂ അതേഴ്സ്. എന്നാലേ നമ്മൾ അതിലോട്ട് കൺക്ലൂഷനിൽ വരുള്ളൂ. ഈ 2 അനുമാനമാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് അനുമാനം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ അനുമാനം, പാരാർത്ഥ അനുമാനം. സിമ്പിൾ റൈറ്റ്, സ്വാർത്ഥനും പാരാർത്ഥനും. സ്വാർത്ഥം എന്ന് പറയുന്നത് സിംപ്ലി ബൈ ആ വേർഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് റീസൺ ഉണ്ട്. പാരാർത്ഥ എന്ന് പറയുന്ന റീസൺ ഫ്രം അതേഴ്സ്. ഇനിയാണ് അടുത്ത അനുമാനങ്ങള്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അനുമാന പൂർവാവധ അനുമാന, ശേഷാവധ അനുമാന എന്ന് പറയുന്നത്. പൂർവാവധ അനുമാന, ശേഷാവധ അനുമാന, സാമാന്യോ ദൃഷ്ടാനുമാന, അങ്ങനെ 3 കേട്ടോ. പൂർവാവധ അനുമാന എന്ന് പറയുന്നത് അതായത് ഇൻഫറൻസ് ബൈ പ്രസിഡന്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ് പ്രീവിയസ് അല്ലെങ്കിൽ സിമിലർ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മൾ കാണാം. അതായത് എന്ത് ചെയ്യാണ് ഇത് മുന്നേ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും ഇത് വീണ്ടും നടക്കും എന്നുള്ളതാണ് പൂർവാവധ അനുമാനം. പൂർവമായ അനുമാനം, പൂർവാവധ്. അതായത് ഈ കൊല്ലം അല്ല കഴിഞ്ഞ കൊല്ലം വിരിഞ്ഞൊരു പൂവ് ഈ കൊല്ലവും വിരിയും എന്ന് നമ്മൾ പറയൂലേ. അതായത് മെയ് മാസ പൂവ് എന്ന് പറയുന്നൊരു പൂവുണ്ട്. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട് ഇതേ സമയം പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വർഷം എന്ത് ചെയ്യുന്നുണ്ട് അത് പൂ വിരിയും എന്ന് പറയും. ഇറ്റ് ഹാപ്പൻഡ് അഗെയിൻ ബിഫോർ സോ ഇറ്റ് വിൽ ഹാപ്പൻ അഗെയിൻ എന്ന് പറയുന്ന സാധനമാണ് പൂർവാവധ അനുമാനം. നേരത്തെ ഒരു സാധനത്തിന് ഇപ്പം എന്ത് ചെയ്യാണ് നേരത്തെ ഇപ്പൊ കഴിഞ്ഞ വർഷം മെയ്യിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വർഷം മെയ്യിൽ മഴ പെയ്തു. അങ്ങനത്തെ ഒരു അനുമാനം ഇൻഫറൻസ് ആണ് നമ്മൾ പൂർവാവധ അനുമാനം എന്ന് പറയുന്നത്. ശേഷാവധ അനുമാനം എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ് ഇഫക്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ കോഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാം. ഇതിനെയാണ് ശേഷാവധ അനുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുമല്ലോ. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന സാധനമാണ് ശേഷാവധ അനുമാനം. കാരണം കീചകൻ അങ്ങനെ ചത്ത് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് പറയാം ഭീമനല്ലാതെ പിന്നെ ആരാണ് കീചകനെ കൊല്ലാൻ കഴിയുക. അത്രയും വലിയ ഭീമായിട്ടുള്ള ഒരാളെ കൊല്ലണമെങ്കിൽ ഭീമനെ കഴിയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വിച്ച് മീൻസ് എന്ത് ചെയ്യാണ് ഇഫക്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ കോഴ്സ് പറയുന്നതിനെയാണ് ശേഷാവധ അനുമാനം എന്ന് പറയുന്നത്. ഇഫക്റ്റ് കണ്ടതിന് ശേഷം കോഴ്സ് പറയാം. അപ്പൊ അവിടെ തീ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയാണ് അവിടെ എന്തോ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണെന്ന് തോന്നുന്നു. അത് ഇഫക്റ്റ് നമ്മൾ തീ കണ്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കോഴ്സ് പറയുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ശേഷാവധ അനുമാനം. അടുത്താണ് സാമാന്യ ദൃഷ്ട അനുമാനം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു അനുമാനയെ കൺസിഡർ ചെയ്യാണ്. യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ് ആണ് കേട്ടോ അതിൻ്റെത്. വേറെവർ ദർ ഇസ് സ്മോക്ക് ദർ ഇസ് ഫയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ് യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ് ആണ്. അത് ലൗകികമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ റീസൺ ആൻഡ് കൺക്ലൂഷൻ ആണ് സാമാന്യ ദൃഷ്ട അനുമാനം അഥവാ യൂണിവേഴ്സൽ റിലേഷൻ ആണ്. ഓക്കെ, വെറെവർ ദർ ഇസ് സ്മോക്ക് ദർ ഇസ് ഫയർ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ കൺസെപ്റ്റ് ആണ്. അതുപോലെ അങ്ങനത്തെ കുറെ യൂണിവേഴ്സൽ കൺസെപ്റ്റ്സ് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, അങ്ങനത്തെ കുറെ യൂണിവേഴ്സൽ കൺസെപ്റ്റ്സ് ഉണ്ട്. അതിനാണ് സാമാന്യ ദൃഷ്ട അനുമാനം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അനുമാന ടൈപ്പ് 3 എന്ന് പറയുന്നത്. ഇത് 3 കേവല്യായി അനുമാന, കേവൽ വൈത്രേയ അനുമാന, അന്യായ വൈത്രേയ അനുമാന. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബട്ട് ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് ആൻഡ് നമ്മൾ അടുത്തൊരു മുഖ്യ ടോപ്പിക്കിലോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. സോ കേവൽന്യായി അനുമാനം എന്ന് പറയുന്നത് ഇൻഫറൻസ് ബൈ കൺകമ്മിറ്റന്റ് റിലേഷൻഷിപ്പിനെയാണ് കേവൽന്യായി അനുമാനം എന്ന് പറയുന്നത്. അതായത് കൺകമ്മിറ്റന്റ് അവർ തമ്മിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് റിലേഷൻഷിപ്പുമായിട്ടാണ് കേവൽന്യായി അനുമാനം വിച്ച് വിൽ ബി പോസിറ്റീവ്. അതായത് എവിടെയൊക്കെ ഫയർ ഉണ്ടോ അവിടെയൊക്കെ സ്മോക്ക് ഉണ്ടെന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫറൻസസ്. ഫയർ ഉണ്ടോ സ്മോക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ടോ സണ്ണുണ്ട്, ബൾബ് ഉണ്ടോ ലൈറ്റ് ഉണ്ട്, അതായത് എന്തുണ്ടോ അതുണ്ട് എന്ന് പറയുന്ന സാധനമാണ് കേവൽന്യായി അനുമാനം എന്ന് പറയുന്നത്. കൺകമ്മിറ്റന്റ് റിലേഷൻഷിപ്പ് നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ കൺകമ്മിറ്റന്റ് റിലേഷൻഷിപ്പ് ആണ് കേവൽന്യായി അനുമാനം എന്ന് പറയുന്നത്. ഞാനുണ്ട് എന്റെ കൂട്ടുകാരിയുണ്ട്, ഞാനുണ്ട് എന്റെ മോളുണ്ട്, എന്റെ പിന്നാലെ താറാവുണ്ടോ താറാവിന്റെ പിന്നാലെ കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറയുന്നതാണ് കേവൽന്യായി അനുമാനം എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് കേവൽ വൈത്രേയി അനുമാനം എന്ന് പറയുന്നത്. കേവൽ വൈത്രേയി അനുമാനം എന്ന് പറയുന്നത് കോൺട്രഡി റിലേഷൻഷിപ്പാണ്. എന്തുണ്ടോ അതില്ല.
ഇപ്പൊ രാത്രിയാണോ അപ്പൊ അവിടെ വെട്ടമില്ല, ഇവിടെ പകലാണോ എന്നാ രാത്രി ഇല്ല, എന്തുണ്ടോ അതില്ല. അതായത് എന്റെ എനിമി ആണെങ്കിൽ അവിടെ മുബശ്ശിറയുണ്ടോ അവിടെ എന്റെ എനിമി ഉണ്ടാവില്ല. അതായത് അങ്ങനെ എന്തുണ്ടോ ബാക്കി ഇല്ല എന്നുള്ളതാണ് കേവൽ വൈത്രേയി. ഇപ്പൊ പകലാണെങ്കിൽ നമ്മൾ പറയും ഓ ഇരുട്ടില്ലല്ലോ വെളിച്ചമാണല്ലോ. എന്തിന്റെങ്കിലും ആബ്സെൻസിൽ നമ്മൾ അനുമാനിക്കുന്നതാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺട്രഡിക്ടറി റിലേഷനെയാണ് കേവൽ വൈത്രേയ അനുമാനം എന്ന് പറയുന്നത്. നെഗറ്റീവ് ആണ് ഇത്. കേവൽ വൈത്രേയ അനുമാനം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. റിമെമ്പർ ദാറ്റ്, നെഗറ്റീവ്. അന്യായ വൈത്രേയ അനുമാനം എന്ന് പറയുന്നത് രണ്ടും കൂടിയാണ്. പോസിറ്റീവും നെഗറ്റീവും കൂടി ഒരുമിച്ച് വരിക. അതുകൊണ്ട് ഇതുമുണ്ട്. ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതിനെയാണ് അന്യായ വൈത്രേയ അനുമാനം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദർ ഇസ് എ റെയിൻ ദർ വിൽ ബി ക്ലൗഡ്, ഇഫ് ദർ ഇസ് നോ റെയിൻ ദർ ഇസ് നോ ക്ലൗഡ്, അല്ലെങ്കിൽ ദർ ഇസ് നോ ക്ലൗഡ് ദർ ഇസ് നോ റെയിൻ. അങ്ങനെ പറയുന്നതാണ് അന്യായ വൈത്രേയ അനുമാനം എന്ന് പറയുന്നത്. രണ്ടും കൂടി വരുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് വരുന്നതാണ് അന്യായ വൈത്രേയ അനുമാനം എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. In which type of the following inference the middle term is both positively and negatively related to the major term as per classical Indian school of logic? കേവൽ വൈത്രേയ അനുമാന, കേവൽ ന്യായ അനുമാന, അന്യായ വൈത്രേയ അനുമാന, സത്പ്രതിപക്ഷ അനുമാന. അനുമാനയായിരിക്കും അത്. പ്രതിപക്ഷ അനുമാനയല്ലല്ലോ, അത് മറ്റേ അലസ്യം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മിഡിൽ ടേം വരുന്നത്. എല്ലാരും ആൻസർ ചെയ്തേടാ. യെസ്, അന്യായ വൈത്രേയ അനുമാനയാണ് വരുന്നത്. ഓക്കെ, ഇനിയാണ് അടുത്ത പുതിയ ടോപ്പിക്കിലോട്ട് പോകുന്നത്. ഹേതുവാസം. ഇതുവരെയുള്ള ടോപ്പിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനിയുള്ള ടോപ്പിക് എന്റെ പുതിയ ടോപ്പിക്കാണ്. ഹേതുവാസം നമ്മള് നേരത്തെ പഠിച്ച അല്ലെങ്കിൽ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫലസിയുടെ വേറൊരു ഫോമാണ് ഹേതുവാസം. ഫലസിയുടെ വേറെ ഫോം അല്ല, ഫലസിയാണ് ഹേതുവാസം. വിച്ച് മീൻസ് ഫലസി ഇൻ ഇന്ത്യൻ ലോജിക് ആണ് ഹേതുവാസ എന്ന് വിളിക്കുന്നത് കേട്ടോ. കുറച്ച് ടേമുകൾ പഠിക്കണം. ഹേതുവാസയിൽ നിന്നാണ് നിലവിലെ ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ലോജിക്കിൽ നിന്നും കൂടുതൽ വരുന്നത്. ക്ലിയർ? അതുകൊണ്ട് ഇത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ആൻഡ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാർക്ക് ലഭിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഇന്ന് പഠിപ്പിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഇന്ത്യൻ ലോജിക്കിന്റെ PPT മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ ലോജിക്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരുള്ളൂ. 100% ഷുവർ ആണ്. ഹേതുവാസ എന്ന് പറയുന്നത് ഒരു 5-6 എണ്ണത്തിന്റെ പേരുകൾ നിങ്ങൾ പഠിക്കണം. പേര് പഠിക്കുക ആൻഡ് അതിന്റെ ഫോം അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ പഠിച്ചാൽ മാത്രം മതി. എക്സാമ്പിൾസ് ആയിരിക്കും ചോദിക്കേണ്ടാവുക. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചില്ല, പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന എന്ന് പറയുന്ന സാധനം. അതിന്റെ ഹിൽ ഹാസ് ഫയർ എന്ന് പറയുന്ന എക്സാമ്പിൾസ് തന്നെ കൂടുതലും ചോദിക്കാം. അതുപോലെ തന്നെ ഹേതുവാസയിലും ഈ പറയുന്ന ഇന്ത്യൻ ലോജിക്കിൽ വരുന്നോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെയാണ് ഇപ്പോഴും ചോദിക്കാറ് കേട്ടോ. അതിന്റെ സ്ക്രീനിന്റെ പ്രശ്നമാണോ? എന്നാണ് തെളിച്ച് കാണില്ല. യെസ്, ഡു യു നീഡ് ബ്രേക്ക് വേണോ? ഒരു 30 സെക്കൻഡ് ബ്രേക്ക് വേണോ? യു റെഡി റൈറ്റ്? ഹേതുവാസയിലോട്ട് പോവാം. ചെറിയ ടോപ്പിക് ഉള്ളൂ, ഇതോടുകൂടി നമ്മൾ ഇത് അവസാനിപ്പിക്കും. ഡു യു നീഡ് എ ബ്രേക്ക്? ഓക്കെ, ഒരു 30 സെക്കൻഡ്സ് എടുത്തോ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. Do you know the 30-second means? When you take your phone, നിങ്ങൾ ഫോൺ എടുത്തിട്ട് 30 minutes അല്ല 30 സെക്കൻഡ്സിന്റെ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കി 2 സ്റ്റോറി കാണുമ്പോഴേക്കും നിങ്ങളുടെ 30 സെക്കൻഡ്സ് കഴിയും. എന്ന സ്ഥാനത്ത് നിങ്ങൾ ഫോൺ എടുക്കാതെ എങ്ങനെ ഇരുന്ന്, വിച്ച് മീൻസ് പുസ്തകം ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന നിങ്ങൾക്ക് 15 സെക്കൻഡ്സ് കഴിഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. വിച്ച് മീൻസ് ബാക്കി 50 സെക്കൻഡ്സ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാം. വിച്ച് മീൻസ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകുന്നത്, നമ്മൾ പറയുമല്ലോ പലപ്പോഴും, എത്ര പെട്ടെന്ന് ആ സമയം പോകുന്നതെന്നൊക്കെ പറയുമല്ലോ. കാരണം നമ്മളുടെ ഈ അഡിക്ഷൻ ഓഫ് ഫോൺ കൊണ്ടാണ്. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സമയമാണ് ഇന്ന് പോകുന്നതെന്ന് നമുക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എക്സാം വരെയെങ്കിലും നിങ്ങൾ ഫോൺ മാക്സിമം അകറ്റാൻ നോക്കുക. വിച്ച് മീൻസ് സോഷ്യൽ മീഡിയയിൽ നിന്നും കുറെ ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെക്കുക. ഒരു 5 റീലേ പെർ ഡേ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു 3 റീലേ പെർ ഡേ കാണുള്ളൂ എന്നൊക്കെയുള്ള ഒരു ലിമിറ്റ് വെക്കുക. ഓക്കെ, അപ്പൊ തന്നെ ആവുമല്ലോ ഒരു 1.5-2 മിനിറ്റ്. അപ്പൊ ആ ലെവലിലോട്ട് ഒരു ലിമിറ്റ് വെക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ യു വിൽ നോട്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ.
ഫോണിന്റെ ഉപയോഗം നിങ്ങൾക്ക് അഥവാ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ChatGPT യൂസ് ചെയ്ത് കുറെ കാര്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ജെമിനൈ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, റീൽസ് ഈസ് നോട്ട് എ ശാശ്വതമായ പരിപാടി. കം ബാക്ക്. Hedubwasa. Hedubwasa refers to fallacies in Indian logic. It's when an argument appears logical but it is actually flawed. അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് ശരിയാണെന്ന് തോന്നും, പക്ഷെ ലോജിക്കലാണെന്ന് തോന്നുകയൊക്കെ ചെയ്യും, പക്ഷെ അത് ഫ്ലോഡ് ആണ്, തെറ്റായിട്ടുള്ള സാധനമാണ്. ഇതിനെ കൊണ്ടാണ് ഇപ്പൊ നമ്മള് സ്മോക്ക് ആസ് ഫയർ, സോറി ഹിൽ ആസ് ഫയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. സ്മോക്ക് കണ്ടെന്ന് കരുതിയിട്ട് അവിടെ ഫയർ ഉണ്ടാവണം എന്നില്ലല്ലോ. ചിലപ്പോ എന്ത് ചെയ്യാം, വേറെ എവിടെന്നെങ്കിലുള്ള വേറെ ഏതെങ്കിലും ഒക്കെ പുകയായിരിക്കാം. അപ്പം ഇങ്ങനത്തെയൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് ലോജിക്കലാന്ന് തോന്നുമെങ്കിൽ പോലും അത് ഫ്ലോഡ് ആണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സാധനത്തിനെയാണ് ഹേതുബോസ് അഥവാ ഫലസി എന്ന് വിളിക്കുന്നത്. Recognizing fallacies helps us build better reasoning in skills. Right. So shall I move on? അപ്പം ഒന്നാമത്തെ ഹേതുബാസ അഥവാ ഒന്നാമത്തെ ഫലസി ഇൻ ഇന്ത്യൻ ലോജിക് ഈസ്, ഓരോരോ ഫലസികൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ തന്നെ ടൈപ്സ് ഓഫ് ഹേതുബാസകളുണ്ട്, 6 നമ്മൾ കൊടുത്തിട്ടുണ്ട്. സവ്യഭിചാര, വിരുദ്ധ, അസിദ്ധ, സാധ്യസമ, കാര്യകാരണ, ദൃഷ്ട, അഖ്യന്ധ്വനി, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഹേതുബാസ എന്ന് പറയുന്നത്. ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെയാണ് സവ്യഭിചാര അഥവാ ഇറെലവന്റ് റീസൺ എന്ന് പറയുന്നത്. കൺക്ലൂഷനിൽ റിലേറ്റ് ചെയ്യാത്ത റീസണെയാണ് സവ്യഭിചാര എന്ന് പറയുന്നത്. കൺക്ലൂഷനും റീസണുമായിട്ട് റിലേഷൻ ഉണ്ടായിരിക്കില്ല. നമ്മളൊരു കാര്യം പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ കാരണം എന്ന് പറയുന്നത് വലിയ റീസൺ ഒന്നും അല്ല, അതിലേക്ക് ചേരുന്ന റീസൺ ആവില്ല. ഇതിനെയാണ് സവ്യഭിചാര. ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ലോജിക്കൽ ബട്ട് ഡസന്റ് പ്രൂവ് എനിത്തിങ്. ഇതിനെയാണ് സവ്യഭിചാര. നമ്മൾ കേൾക്കുമ്പോൾ അത് ലോജിക്കലായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും ബട്ട് റീസണും കൺക്ലൂഷനും തീരെ മാച്ച് അല്ല. ഇതിനെയാണ് സവ്യഭിചാര എന്ന് പറയുന്നത്. ഇറെലവന്റ് റീസൺ, സവ്യഭിചാര ഇറെലവന്റ് റീസൺ. ക്ലിയർ? റീസൺ ആണ് അവിടെ മിസ്റ്റേക്ക്, കൺക്ലൂഷന് ചേരാത്ത റീസൺ. എക്സാമ്പിൾ നോക്കിയേ, ദിസ് ബുക്ക് ഈസ് ഹെവി ദെയർഫോർ ഇറ്റ് മസ്റ്റ് ബി ഇൻഫർമേറ്റീവ്. ഇപ്പൊ നമ്മള് അയ്യോ, എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ, എക്സാമിന് പുള്ളിക്കാരി പേപ്പർ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഭയങ്കര പാർഷ്യാലിറ്റിയാ. പുള്ളി എന്നിട്ട് പറയാം, കനമുള്ള കുറച്ച് പേപ്പർ നോക്കി, കനമില്ലാത്ത കുറച്ച് പേപ്പർ നോക്കി എന്നൊക്കെ പറയും. കനമുള്ള പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, കുറെ കുട്ടികൾ എഴുതിയതായിരിക്കും. എന്റെ പേപ്പർ നല്ല കനാണ്, പക്ഷെ എനിക്ക് നല്ല മാർക്ക് കുറവായിരിക്കും. എന്നിട്ട് എന്റെ പേപ്പർ ആദ്യം നോക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സവ്യഭിചാര ഫലസിയാണ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത്. കനമുണ്ടെന്ന് കരുതി മാർക്ക് ഉണ്ടാവുന്ന പുള്ളി വിചാരിക്കുക. ബട്ട് ഞാനൊക്കെ നല്ല പുളു അടിച്ച് ഇഷ്ടം പോലെ വാരി വലിച്ച് എഴുതുന്ന ആളാ. അങ്ങനെ എഴുതിയിട്ടൊക്കെ എഴുതും പുള്ളി. അപ്പം കുറെ പേപ്പറൊക്കെ എടുത്തെന്ന് എഴുതി എനിക്ക് മാർക്കൊന്നും ഉണ്ടാവില്ല. So this is Sabyavichara. This book is heavy, therefore it must be informative എന്ന് പറയുന്നത് ആക്ച്വലി സവ്യഭിചാരയാണ്. Which means അതിന്റെ റീസൺ ഇറ്റ് മസ്റ്റ് ബി, കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഇൻഫർമേറ്റീവ് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ റീസൺ ഹെവി ആണ്, അതല്ല അതിന്റെ ശരിയായിട്ടുള്ള റീസൺ. അതിനകത്ത് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടാണ് അത് ഇൻഫർമേറ്റീവ് ആവണം എന്നുള്ളതായിരിക്കണം അതിന്റെ റീസണും അതിന്റെ കൺക്ലൂഷനും. ഇന്ത്യൻ ലോജിക്കിൽ നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾ ഇതല്ല കേട്ടോ. സവ്യഭിചാരക്ക് നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾ, ദിസ് പ്ലേസ് ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. ഇതാണ് സവ്യഭിചാരക്ക് നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്. തന്നെ പഠിക്കാം. ദിസ് പ്ലേസ് ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. അതാണ് സവ്യഭിചാരക്ക് നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾ. ദിസ് പ്ലേസ് ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. ഇറ്റ് ഹാസ് സ്മോക്ക് എന്ന് പറയുന്ന കൺക്ലൂഷന് ചേരുന്ന ഒരു ഫയർ ആവണമെന്നില്ല. സ്മോക്ക് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ഫയർ സംടൈംസ്, അല്ലെങ്കിൽ ഫോഗ്, മിസ്റ്റ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ വരാം. അപ്പൊ അവിടെ ഒക്കെ സ്മോക്ക് ഫയർ ഉണ്ടെന്ന് പറയുന്നത് ദിസ് പ്ലേസ് ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. സോറി, ഇവിടെ ഫയർ ആണ് കൺക്ലൂഷൻ ഉള്ളത്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, ആൻഡ് ദ സ്മോക്ക് എന്ന് പറയുന്നതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. സോ റീസൺ ശരിക്കും പറഞ്ഞാൽ തീ ഉണ്ടെങ്കിൽ മാത്രമേ തീ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സാധനം. ക്ലിയർ? സോ ഇത് സവ്യഭിചാരയാണ്. യു ഷുഡ് സ്റ്റഡി ദിസ് എക്സാമ്പിൾ ഓൺലി. ഈ എക്സാമ്പിൾ മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ദിസ് പ്ലേസ് ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. ക്ലിയർ? അടുത്തതാണ് വിരുദ്ധ, കോൺട്രഡിക്ടറി റീസൺ. വിരുദ്ധ, ഇത് മനസ്സിലായടാ? സവ്യഭിചാര ഇറെലവന്റ് റീസൺ. ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? എക്സാമ്പിൾ നമ്മള് മറ്റേ ഫലസി പഠിച്ചില്ലേ, ചുമ്മാ അതന്നെ സെയിം. ആ ഫലസിയിൽ നമ്മളെന്താ പഠിച്ച? എക്സാമ്പിൾ പഠിക്കുന്നു, ഫലസി പഠിക്കുന്നു, എക്സാമ്പിൾ പഠിക്കുന്നു, ഫലസി പഠിക്കുന്നു. ഈ സ്ഥാനം തന്നെ ഇവിടെ, നത്തിങ് ചേഞ്ചിങ്. ഓക്കെ, അടുത്തത് വിരുദ്ധ, കോൺട്രഡിക്ടറി റീസൺ. റീസൺ കോൺട്രഡിക്ട്സ് കൺക്ലൂഷൻ. റീസൺ പറയുന്നതേ അല്ല കൺക്ലൂഷൻ വരാം. ചക്കാന്നായിരിക്കും റീസൺ, മാങ്ങയായിരിക്കും കൺക്ലൂഷൻ. ഇതാണ് വിരുദ്ധ. അതായത് നമ്മളൊരു ഉത്തരം എഴുതും, ക്വസ്റ്റ്യൻ എന്തോ ആയിരിക്കും, നമ്മൾ ഉത്തരം എന്തോ എഴുതും.
ഇതാണ് വിരുദ്ധ, കോൺട്രഡിക്ടറി റീസൺ ആണ്. ഈസ് ടു ഫാൾസ് ഇൻഫറൻസ് ആണ്. ഓൾ ഡോഗ്സ് ആർ മാമൽസ്. കണ്ടോ, ഓൾ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞ കൺക്ലൂഷനിൽ അതാണ് അതിന്റെ റീസൺ. മീൻ ദിസ് കാറ്റ് ഈസ് എ ഡോഗ്, വിച്ച് മീൻസ് entirely different, contradictory ആയിട്ടുള്ള സാധനം വരുന്നത്. ക്ലിയർ? ദ റീസൺ ആക്ച്വലി പ്രൂവ്സ് ദ ഓപ്പോസിറ്റ്. എന്താണോ റീസൺ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൂവ് ചെയ്യേണ്ടവ. എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഈ എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത്. വിരുദ്ധക്ക് നിങ്ങൾ പഠിക്കേണ്ട സാധനം ഇതാണ്. കോൺട്രാഡിക്ടറി, വിരുദ്ധമായിട്ടുള്ള സാധനമാണ് വിരുദ്ധ എന്ന് പറയുന്നത്. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. പ്രൊഡ്യൂസ് ആയതുകൊണ്ട് സൗണ്ട് ആവൂ? അതായത് സൗണ്ട് ഇറ്റേണൽ ആണ്, വിച്ച് മീൻസ് എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നമുക്കിത് ഇതാകും, ബിക്കോസ് അത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഈ വിരുദ്ധ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ആക്ച്വലി ഷോസ് ഇറ്റ് ഈസ് നോട്ട് ഇറ്റേണൽ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് ഇറ്റേണൽ ആണെന്ന് കാണിക്കുന്നില്ല. ഓക്കെ, എക്സാക്ട്ലി ഓപ്പോസിറ്റ് സാധനമാണ്. ഓക്കെ, ഈ എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത്. വിരുദ്ധമായിട്ടുള്ള റീസൺ, കോൺട്രാഡിക്ടറി റീസൺ. ഓൾ ഡോഗ്സ് ആർ മാമൽസ്, കാറ്റ് ഈസ് എ ഡോഗ് എന്ന് പറയുന്നത് കോൺട്രാഡിക്ടറി റീസൺ ആണ്. അടുത്തതാണ് അസിദ്ധ. വിരുദ്ധ എന്ന് പറയുന്നത് കോൺട്രാഡിക്ടറി ആണ്, ഓപ്പോസിറ്റ് ആണ്, വിച്ച് മീൻസ് ഒന്ന് ശരിയാണെങ്കിൽ മറ്റേ തെറ്റാണെന്നുള്ള രീതിയിലാണ്. അസിദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസപ്പോർട്ടഡ് റീസൺ, അശുദ്ധമായത്, ശുദ്ധമല്ലാത്ത അശുദ്ധം. റീസൺ നോട്ട് പ്രൂവൺ. റീസൺ നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. അസിദ്ധ അൺസപ്പോർട്ടഡ് റീസൺ ആണ്. ആർഗ്യുമെന്റ് ലാക്സ് എവിഡൻസ്. ആർഗ്യുമെന്റിനകത്ത് നമുക്ക് തെളിവ് കാണില്ല. റീസൺ നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓൾ സ്റ്റുഡൻസ് ലൈക്ക് പിസ്സ. കാരണം എന്താ? ദിസ് സ്റ്റുഡന്റ് ഈസ് ഈറ്റിംഗ് പിസ്സ. ഓൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ബിക്കോസ് എന്താണ്? ഇത് 2-3 കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ 1-2 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ ഹാസ് ജനറലൈസേഷൻ പോലെ സാധനമാണ് അശുദ്ധ. അതായത് 1-2 കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കുട്ടികളും അങ്ങനത്തെ ആണെന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലി സാധനമാണ് അശുദ്ധ എന്ന് പറയുന്നത്. ക്ലിയർ? അതേ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി വെക്കേണ്ട നിങ്ങളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദ സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്നന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോട്ടസ്. എന്തൊരു വിരുദ്ധ അശുദ്ധമായിട്ടുള്ള സാധനമാണല്ലേ സ്കൈ ലോട്ടസ് എന്ന് പറയുന്നത്. സ്കൈ ലോട്ടസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ആകാശപുഷ്പം ഭയങ്കര ചൊറുക്കാണെന്ന് അറിയാണ്. കാരണം എന്താണ്? പുഷ്പങ്ങളൊക്കെ ചൊറുക്കാണ്, അതുകൊണ്ട് ആകാശപുഷ്പം ഭയങ്കര ചൊറുക്കാണെന്ന് പറയാം. ആകാശപുഷ്പം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അങ്ങനത്തെ ഇല്ലാത്തൊരു സാധനത്തിന് നമ്മളെ പുഷ്പം പോലെയാണെന്ന് പറയുന്നത് പറ്റില്ലല്ലോ. The sky lotus is fragrant because it is a lotus. Sky lotus doesn't exist. Reason invalid ആണ്. ഇതിനെയാണ് നമ്മൾ അശുദ്ധ എന്ന് വിളിക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. സ്കൈ ലോട്ടസ് ഇസ് ഫ്രാഗ്രന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോട്ടസ് എന്ന് പറയുന്നത് അശുദ്ധ. അതായത് റീസൺ ഈസ് എൻറ്റയർലി ഇൻവാലിഡ് ആൻഡ് ദ കൺക്ലൂഷൻ നമ്മൾ അതിന് എടുക്കുകയാണ്. പൊട്ടമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ എടുക്കുന്നതിനെയാണ് അശുദ്ധ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി സാധ്യസമ, സെയിം പ്രെഡിക്കേറ്റ് വരുന്നതിനെയാണ് സാധ്യസമ എന്ന് പറയുന്നത്. ആ ഒരു വാക്ക് പോലെ തന്നെയാണ് സാധ്യസമ. എല്ലായിടത്തും ഒരേപോലത്തെ പ്രെഡിക്കേറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന്റെ കൺക്ലൂഷനും സെയിം ആയിരിക്കും. റീസൺ ആൻഡ് കൺക്ലൂഷൻ ഷെയർസ് സെയിം പ്രെഡിക്കേറ്റ്. ഇതിനെയാണ് സാധ്യസമ എന്ന് വിളിക്കുന്നത്. ഇതിനൊരു വാലിഡ് കണക്ഷൻ ഉണ്ടായിരിക്കില്ല. അതായത് ഈ ഒരു സാധനത്തിന് ചിലപ്പം അതേ ദിശയിലുള്ള ഒരു എതിർവശം ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, എല്ലാ ഹ്യൂമൻസും ആനിമൽസ് ആണ്, ഈ ചെയർ ഒരു ഹ്യൂമൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കാം, എങ്ങനെയാണ് ചെയർ ഒരു ഹ്യൂമൻ ആവുന്നത്? അല്ല, ഒരു എതിർവശം ഉണ്ടായിരിക്കും എപ്പോഴും. ഒരു ദിശ, ഒരു സാധനത്തിന് മീൻസ് സെയിം പ്രെഡിക്കേറ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്ന രീതിയിലാണ് സാധ്യസമ വരുന്നത്. നോട്ട് വാലിഡ് കണക്ഷൻ ആണ്. സെയിം പ്രെഡിക്കേറ്റ് ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. ഇതിനെയാണ് സാധ്യസമ എന്ന് പറയുന്നത്. ബിക്കോസ് ദ ആർഗ്യുമെന്റ് ഡസ് നോട്ട് ആക്ച്വലി ഗിവൺ എ റീസൺ, ഇറ്റ് സിംപ്ലി റിപ്പീറ്റ്സ് എ കൺക്ലൂഷൻ ഇൻ അനദർ ഫോം എന്ന് വിളിക്കാം. ഇത് ഈ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ എന്ത് വിളിക്കേണ്ടത്? റെപ്പറ്റീഷൻ റീസൺ. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റേണൽ. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റേണൽ. കുറെ എക്സാമ്പിൾസ് ഒന്ന് കൺഫ്യൂഷൻ ആയോ നിങ്ങൾക്ക്? ഇല്ല. സാധ്യസമ, കാരണം ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. സൗണ്ട് ഈസ് ഇറ്റേണൽ ഹേതു ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റേണൽ. അവൾ തടിച്ചിട്ടാണ് ബിക്കോസ് അവൾ തടിച്ചിട്ടാണ്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ സെയിം സാധനം, സെയിം പ്രെഡിക്കേറ്റ് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് തെറ്റാണ്. ഓക്കെ, സെയിം പ്രെഡിക്കേറ്റ് ആണ്. ഓൾ ഹ്യൂമൻസ്, ഇപ്പൊ നോക്കിയേ, ഓൾ ഹ്യൂമൻസ് ആർ ആനിമൽസ്, ദിസ് ചെയർ ഈസ് ഹ്യൂമൻ. അവിടെ 2 പ്രെഡിക്കേറ്റുകൾ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വേർഡ് കൂടി ഉണ്ട് കേട്ടോ, അത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. സോ ഇതാണ് സാധ്യസമ. സെയിം പ്രെഡിക്കേറ്റ് ഷെയറിംഗ് ആണ് സാധ്യസമ. ഇൻ ദ ലോജിക്കലി സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റേണൽ എന്ന് പറയുന്നതാണ് സാധ്യസമയ്ക്ക് എക്സാമ്പിൾ. ഒന്നുകൂടി പറയാം. സവ്യഭിചാരക്ക് എക്സാമ്പിൾ, ദിസ് പ്ലേസ് ഹാസ്
ഫയർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക് എന്നുള്ളതാണെങ്കിൽ, വിരുദ്ധക്ക് എക്സാമ്പിൾ സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ്. അഷിതയ്ക്ക് എക്സാമ്പിൾ സ്കൈ ലോട്ടസ് ഫ്രാഗ്നന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോട്ടസ്. സ്കൈ ലോട്ടസിന് മണമുണ്ട് ബിക്കോസ് അത് ലോട്ടസ് ആയതുകൊണ്ട് തെറ്റായ സാധനമാണ്. അതുപോലെ സാധ്യസമയ്ക്ക് എക്സാമ്പിൾ സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റേണൽ എന്നുള്ളതാണ്. അടുത്തതാണ് കാര്യകാരണ എന്ന് പറയുന്നത്. കോസേഷൻ ഫലസി എന്ന് പറയുന്നത്. കാര്യകാരണം ഇതുവരെ മനസ്സിലായോടാ? ഇതുവരെ മനസ്സിലായോ നിങ്ങക്ക്? ഈസ് ഇറ്റ് ഓക്കെ റൈറ്റ്? എക്സാമ്പിൾസ് മാത്രം നോക്കിയാ, അതുപോലെ അത് വരുന്ന ഒരു കാരണം നോക്കിയാൽ മതി. പേര് പോലെ തന്നെ വരിക കേട്ടോ. സാധ്യസമ എന്ന് പറയുന്നത്, സാധ്യ എന്ന് പറയുന്നത് മേജർ ടേം ആണ്, റൈറ്റ്? മേജർ ടേം പ്രെഡിക്കേറ്റ് ആണ്. സമ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സെയിം പ്രെഡിക്കേറ്റുകൾ വരുന്നതിനെയാണ് സാധ്യസമ എന്ന് പറയുന്നത്. ഓക്കെ, വാക്കുകൾ പോലെ തന്നെ. അഷിദ്ധ എന്ന് പറയുന്നത് രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം. വിരുദ്ധ എന്ന് പറയുന്നത് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സാധനം. ഓക്കെ, കാര്യകാരണ അസ്യൂമിങ് കോസ് ആൻഡ് ഇഫക്ട് വിത്തൗട്ട് പ്രൂഫ് ആണ്. നമ്മൾ കോസിനെയും ഇഫക്റ്റിനെയും പ്രൂഫ് ഇല്ലാതെ കാണുന്ന കാര്യത്തിനെയാണ് കാര്യകാരണ എന്ന് പറയുന്നത്. പീപ്പിൾ ക്യാരിങ് അംബ്രലാസ് കോസ് റെയിൻ, അതായത് എല്ലാവരും കുട തുറന്ന് പോയി കഴിഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നത് നമുക്കൊരു പ്രൂഫ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, കോസ് ആൻഡ് എഫക്ട് കണ്ടെത്തുന്നതിനെയാണ് കാര്യകാരണ എന്ന് പറയുന്നത്. വിച്ച് ലീഡ്സ് ടു ഫ്ലോഡ് കൺക്ലൂഷൻ ആണ്. പീപ്പിൾ ക്യാരിങ് അംബ്രലാസ് കോസ് റെയിൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സാധനം. അംബ്രല തുറന്നെന്ന് കരുതിയിട്ട് റെയിൻ ഉണ്ടാവണം എന്നില്ല. ആൻഡ് ഹി ബിക്കെയിം റിച്ച് ബിക്കോസ് ഹി വോർ ലക്കി റിംഗ്. ആൻഡ് ഈ ഒരു സാധനം തന്നെ നിങ്ങൾക്ക് കാര്യകാരണയിലും എക്സാമ്പിൾ ആയിട്ട് ഇടാം. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കാര്യകാരണയിൽ എക്സാമ്പിൾ ആയിട്ട് ഇടാം. ഹി ബിക്കെയിം റിച്ച് ബിക്കോസ് ഹി വോർ എ ലക്കി റിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ കോസും ഇഫക്റ്റും വിച്ച് വിൽ ലീഡ് ടു ഫ്ലോഡ് കൺക്ലൂഷൻ ആണ്. ഇത് അധികം ചോദിച്ചു കാണാറില്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ. കാര്യകാരണ കോസിന്റെ പ്രശ്നമാണ്, അതായത് കോസും ഇഫക്റ്റും പ്രൂഫ് ഇല്ലാതെ പോകുന്നതിനെയാണ് കാര്യകാരണ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫലസിയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ഫലസിയാണ് ദൃഷ്ടാ ഫലസി എന്ന് പറയുന്നത്, അഥവാ പെർസെപ്റ്റിബിൾ ഫലസി എന്ന് പറയുന്നത്. അതായത് ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് ഇൻസ്റ്റൻസസ് ബട്ട് നോട്ട് യൂണിവേഴ്സൽ. നമ്മൾ ചില കാര്യങ്ങൾ കണ്ടിട്ട്, ഇതൊരു ഹാസ്റ്റ് ജനറലൈസേഷൻ ആയിട്ടുള്ള തോന്നും കേട്ടോ. ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റുള്ള കാര്യം കൂടി ഊഹിച്ചെടുക്കുന്ന സാധനമാണ് ദൃഷ്ട എന്ന് പറയുന്നത്. ഞാൻ ചില ഡോക്ടേഴ്സ് കണ്ടിട്ടുണ്ട്, BMW കാറിൽ വരുന്ന ചില ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും റിച്ച് ആണെന്ന് പറയുന്നത് ഒരു ദൃഷ്ടയാണ്. വിച്ച് മീൻസ് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് യൂണിവേഴ്സൽ ആയിട്ട് എടുക്കാം. ഓക്കെ, ഒന്ന് രണ്ട് കുട്ടികളെ പഠിക്കും, അതുകൊണ്ട് എല്ലാ കുട്ടികളും പഠിക്കുക, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പഠിക്കും എന്ന് പറയുന്നത് ദൃഷ്ടയാണ്. ദിസ് ഹാസ് നോ റിലയബിൾ ഇൻഫറൻസ്. ഓക്കെ, ഐ സേ ഫ്യൂ ഡോക്ടേഴ്സ് ദെർഫോർ ഓൾ ഡോക്ടേഴ്സ് ആർ റിച്ച് എന്ന് പറയും. ഇതിന്റെ ഇന്ത്യൻ ലോജിക്കിൽ വരുന്നത് ദർ ഇസ് ഫയർ ഓൺ ദ ഹിൽ ബിക്കോസ് ദർ ഇസ് സ്മോക്ക് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സൽ കൺകമിറ്റൻസ് എടുക്കുന്നതിനെയാണ് ദൃഷ്ടാ ഫലസി എന്ന് പറയുന്നത്. ക്ലിയർ? സെയിം ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് വരുന്നത്. അടുത്ത ലാസ്റ്റത്തതാണ് അത്യന്ധ്വനി എന്ന് പറയുന്നത്. എക്സാജറേറ്റഡ് റീസൺ ആണ്, വലിയ എക്സാജറേറ്റഡ് ആയിട്ടുള്ള റീസൺ വരുന്നതാണ് അത്യന്തധ്വനി എന്ന് പറയുന്നത്. റീസൺസ് പ്രസന്റഡ് ഇസ് എക്സാജറേറ്റഡ് ആയിട്ട് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്സാജറേറ്റഡ് റീസൺ വരുന്നതിനെയാണ് അത്യന്തധ്വനി എന്ന് പറയുന്നത്. ഇൻകറക്റ്റ് കൺക്ലൂഷനിലോട്ട് ലീഡ് ചെയ്യുന്നതാണ് അത്യന്തധ്വനി എന്ന് പറയുന്നത്. ദിസ് മെഡിസിൻ ക്യൂർസ് ഓൾ ഡിസീസസ് ദെർഫോർ ഇറ്റ് വിൽ മേക്ക് യു ഇമ്മോർട്ടൽ. ഭയങ്കര എക്സാജറേറ്റ് സാധനം. ഈ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് എല്ലാ ഡിസീസിനെയും ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ട് ഇമ്മോർട്ടൽ ആക്കാൻ നിങ്ങളെ സാധിക്കും എന്ന് പറയുന്ന സാധനമൊക്കെ അത്യന്തധ്വനി എക്സാജറേറ്റഡ് റീസൺ ആണ്. ഈ പറയുന്ന ടീച്ചർ നിങ്ങളെ പാസ്സാക്കിപ്പിക്കും, കാരണം ഒന്ന് രണ്ട് കുട്ടികളെ പാസ്സാക്കിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാ കുട്ടികളും എക്സാജറേറ്റ് ചെയ്ത് പാസ്സാക്കിപ്പിക്കും എന്നൊക്കെ പറയുന്നത് അത്യന്തധ്വനി എക്സാജറേറ്റഡ് റീസൺ ആണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. അക്കോർഡിംഗ് ടു ഇങ്ങനെ തന്നെ ഈ എക്സാമ്പിൾസ് തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസിൽ വരിക കേട്ടോ. പേര് പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി പറയാം. ഓക്കെ, ഐ റിപ്പീറ്റ് ഇറ്റ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറഞ്ഞതിന് ശേഷം മീൻസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. According to classical Indian logic, Nyaya, which of the following arguments involves the fallacy of ആശ്രയ സിദ്ധ? ആശ്രയ സിദ്ധ എന്ന് പറയുന്ന ഫലസിയുമായിട്ട് സാമ്യമുള്ള ഏതാണ്? The sky lotus is fragrant because it is a lotus, like the lotus of a lake. Sound is not eternal because it is produced. Sound is eternal because it is produced. Sound is eternal because it is audible. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ആശ്രയ സിദ്ധ എന്ന് പറയുന്നത് ഞാനിപ്പോ പഠിപ്പിച്ചില്ലല്ലോ ആശ്രയസിദ്ധ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് പഠിപ്പിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കാത്ത എക്സാമ്പിൾ ചൂസ് ചെയ്താലും ശരിയായിട്ട് വരും.
ഒന്ന് നോക്കിയേ. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ആശ്രയസിദ്ധ. ആശ്രയസിദ്ധ ആശ്രയസിദ്ധയ്ക്ക് എക്സാമ്പിൾ വരുന്നത് ദ സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്നന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ലോട്ടസ് ലൈക്ക് ലോട്ടസ് ഓഫ് എ ലേക്ക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കൊടുത്തിരിക്കുന്നത്. സോ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആശ്രയസിദ്ധ എന്ന് പറയുന്നത് ആക്ച്വലി അസിദ്ധ എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ അസിദ്ധ എന്ന് പറയുന്ന അൺസപ്പോർട്ടഡ് റീസൺ എന്ന് പറയുന്ന ഫലസിയാണ് ആക്ച്വലി ആശ്രയസിദ്ധ എന്ന് പറയുന്നത്. ക്ലിയർ? സെയിം ആസ് ദാറ്റ്. ഓക്കെ, സോ സെയിം ആണത്. അപ്പം അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും അക്കോർഡിംഗ് ടു ന്യായ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ് ഇൻവോൾവ്സ് ദ ഫലസി ഓഫ് അനുപസംഹാരി നോൺ എക്സ്ക്ലൂസീവ് മിഡിൽ ടേം ദ ഹിൽ ഹാസ് സ്മോക്ക് ബിക്കോസ് ഇറ്റ് ഹാസ് ഫയർ. നോൺ എക്സ്ക്ലൂസീവ് മിഡിൽ ടേം ആണ് കേട്ടോ. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. ഓൾ തിങ്സ് ആർ നോൺ എറ്റേണൽ ബിക്കോസ് ദേ ആർ നോബിൾ. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒന്ന് ചെയ്ത് നോക്കിയേ, ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയേ. അനുപസംഹാരി നോൺ എക്സ്ക്ലൂസീവ് മിഡിൽ ടേം ചെയ്തു നോക്കിയാൽ മതി. തെറ്റിക്കോട്ടെ, തെറ്റുമ്പോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. തെറ്റിക്കോട്ടെടാ. ദിസ് ഇസ് എ വെരി ശരിക്കും ഇതിന്റെ എക്സാമ്പിൾസും അതുപോലെ ഈ സംഭവങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾസും ഈ പറയുന്ന പേരുകളും പഠിച്ചാൽ തന്നെ ഇത് തന്നെയാണ് കൂടുതലും ചോദിക്കാറ് കേട്ടോ. അങ്ങനെ തന്നെയാണ് അത് ചോദിക്കാറ്, വേറെ ഓപ്ഷൻ ഇല്ല. വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. യെസ്, ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ആൻസേഴ്സ് ഒരു മിനിറ്റ്. ഓൾ തിങ്സ് ആർ നോൺ ഇറ്റേണൽ ബിക്കോസ് ദേ ആർ നോബിൾ എന്നുള്ളതാണ് അനുപസംഹാരി നോൺ എക്സ്ക്ലൂസീവ് മിഡിൽ ടേം എന്ന് പറയുന്നത്. അനുപസംഹാരി എന്ന് പറയുന്ന ഒരു ഫലസിയാണ് ഈ പറയുന്ന നോൺ എക്സ്ക്ലൂസീവ് മിഡിൽ ടേം എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾ തിങ്സ് ആർ നോൺ ഇറ്റേണൽ ബിക്കോസ് ദേ ആർ നോബിൾ എന്നാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഓർക്കുന്നില്ല, അപ്പം ഞാൻ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സ്വരൂപ സിദ്ധ. അതായത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ആ സിദ്ധ ഫലസിയാണ്. ദ സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്നന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോട്ടസ് ലൈക്ക് ദ ലോട്ടസ് ഓഫ് എ ലൈക്ക്. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. Sound is quality because it is visible. Fire is cold because it is a substance. Yes. Sound is quality because it is visible. Right. അതായത് ഇതിനകത്ത് എന്ത് ചെയ്യാണ്? സൗണ്ട് ഈസ് ക്വാളിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് വിസിബിൾ എന്ന് പറയുന്നത് ആക്ച്വലി കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഫലം തെളിയിക്കാത്ത കാരണമാണ് ഈ പറഞ്ഞ സ്വരൂപ സിദ്ധ എന്ന് പറയുന്ന ഫലസി. ഓക്കെ, ഇത് സൗണ്ട് ഈസ് ക്വാളിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് വിസിബിൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നൗ 1 സെക്കൻഡ്. ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ ഫലസികളല്ല ഇതിനകത്ത് ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 1 സെക്കൻഡ്. യെസ്, അക്കോർഡിംഗ് ടു ന്യായ ഞാൻ പറഞ്ഞ ഫലസിക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അക്കോർഡിംഗ് ടു ന്യായ വിച്ച് മീൻസ് ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ്സ് ഇൻവോൾവ്സ് ദ ഫലസി ഓഫ് വിരുദ്ധ ഫലസിക്ക് വിധേയമായിട്ടുള്ള ഏതാണ്? ദ ഹിൽ ഹാസ് സ്മോക്ക് ബിക്കോസ് ഇറ്റ് ഹാസ് ഫയർ. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. The hill has fire because it is noble. Sound is eternal because it is audible. വിരുദ്ധ ഏതാണ്? വെരി ഈസി അല്ലേ? വിരുദ്ധ ഞാൻ പറഞ്ഞു തന്നല്ലേ ഇപ്പൊ നേരത്തെ. വിരുദ്ധ. യെസ്. അപ്പൊ പഠിച്ച മീൻസ് നമ്മൾ പഠിച്ച ഫലസികൾ നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്, വെരി ഗുഡ്. വിരുദ്ധമായിട്ടുള്ള റീസണും അതിന്റെ ആർഗ്യുമെന്റും. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആണ് വിരുദ്ധ. വെരി ഗുഡ്. ബാക്കിയുള്ള ഇതിന്റെ ഫലസി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മൊമെന്റിൽ അപ്ലോഡ് ചെയ്തത് കൊണ്ട് എനിക്കത് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പം ആ ഒരു ഭാഗം ഞാൻ അടുത്ത PYQ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അത് മാത്രമാണ് 2-3-4 ഫലസികൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. അത് ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കാതെയാണ് ഇട്ടത്. അതുകൊണ്ടാണ് ആ ഒരു ആ ഒരു സെഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 3-4 ഫലസികൾ, ബധിത, അതുപോലെ ബദിത് എന്ന് പറയുന്ന, അതുപോലെ 1-2 വേറെ ഫലസി കൂടിയുണ്ട്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. PYQ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അന്നേരം എക്സ്പ്ലെയിൻ ചെയ്ത് തരാമേ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. ഐ ഹോപ്പ് യു എൻജോയ്. ഈ പറയുന്ന ഇതിനകത്ത് ഹേതുഭാസയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വിരുദ്ധ വരും, അശുദ്ധ വരും, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ദൃഷ്ട വരും, അതുപോലെ കാര്യകാരണം അത് വരാറില്ല. സാധ്യസമ കുറെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വിരുദ്ധ വരും, വ്യഭിചാരം വരും, വിരുദ്ധ, അശുദ്ധ, അതുപോലെ സാധ്യസമ, ദൃഷ്ടം. ഇതാണ് നിങ്ങൾ 5 പഠിക്കേണ്ടത്. ബാക്കി ഒരു 3-4 ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. PYQ സെഷനിൽ ഞാൻ എന്തായാലും ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ്. മനസ്സിലായോടാ? അത് ഈ പറയുന്ന ഫലസിക്കൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഡു ഐ നീഡ് ടു എക്സ്പ്ലെയിൻ അഗെയിൻ? ഇല്ലല്ലോ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ഇതാണ് ലോജിക്കൽ റീസണിങ്. 3-4 ക്ലാസ്സുകളിൽ ആയിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങളെപ്പോലെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലോജിക്കൽ റീസണിങ്. ആക്ച്വലി വിച്ച് മീൻസ് പഠിക്കാൻ, വിച്ച് മീൻസ് നമ്മൾ പഠിപ്പിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ പഠിക്കുക. അപ്പം ഭയങ്കര രസമായിരുന്നു അങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ. ഇനി നമുക്ക് PYQ സെഷൻ ആൻഡ് റിവിഷൻ സെഷനിൽ മീറ്റ് ചെയ്യാം. എപ്പോഴാണെന്ന് അറിയില്ല കേട്ടോ അത്. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ചില PYQ കൊണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ലോജിക്കൽ ഇക്വലന്റ്. അപ്പൊ എങ്ങനെയാ ലോജിക്കൽ ഇക്വലൻസി? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ലേ, കൺവേർഷൻ ആൻഡ് അബ്വേർഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു കൺവേർഷൻ അല്ലേ, ലോജിക്കലി ഇക്വലന്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് ഇനി നിങ്ങൾ കണ്ട് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. നമുക്ക് എന്ത് ചെയ്യാം, PYQ ഡിസ്കഷനിൽ ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഞാനിപ്പോ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഒന്നുപോലും വിട്ടിട്ടില്ല. സോ ഇനി നിങ്ങളുടെ ഭാഗമാണ്. എന്റെ ഭാഗം കഴിഞ്ഞു. നിങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഇത് ക്വാളിഫൈ ചെയ്യുള്ളൂ കേട്ടോ. അതുപോലെ ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നും. പക്ഷെ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് പോകും കേട്ടോ. ഈസി ആയിട്ട് പഠിക്കാം. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വാക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വഴങ്ങില്ല. പക്ഷെ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾസും സാധനങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫോൺ എന്ന് പറയുന്ന പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, നയ, നിഗമന എന്ന് പറയുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ, ഫോണിന്റെ എക്സാമ്പിൾസ് ഏതാണ്, അതിന്റെ ഓർഡർ നിങ്ങൾ പഠിച്ചാൽ മതി. അനുമാനയുടെ സ്ട്രക്ചറുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ മതി. ഈ പറയുന്ന കേവൽ ന്യായ, കേവൽ വൈത്രേയ, ന്യായ വൈത്രേയ, അതുപോലെ സ്വാർത്ഥ, പാരർത്ഥ, അങ്ങനത്തെ അനുമാനങ്ങൾ പഠിച്ചാൽ മതി. അതുപോലെ ഈ ഒരു സ്റ്റുഡൻസ് ആർ സീരിയസ്. ഈ ഒരു ക്വസ്റ്റ്യൻ PYQല് വന്നെയാണോ? ഇത് കാറ്റഗറി പറയുന്നില്ല. കാറ്റഗറി പറയാത്തത് ഇമ്മീഡിയറ്റ്ലി ഇൻഫേർഡിൽ വരാറില്ല. കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷനിലാണ്. PYQ ആണോ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് കൂടി എനിക്ക് അതൊന്ന് സെൻഡ് ചെയ്ത് തരാമോ? ഞാനത് നോക്കാം, അനലൈസ് ചെയ്യാം കേട്ടോ. കാരണം ഇമ്മീഡിയറ്റ്ലി ഇൻഫേർഡ് എന്ന് പറയുന്ന ട്രൂത്ത് ടേബിൾ സാധനങ്ങളൊക്കെ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷനിലാണ് ചോദിക്കാറുള്ളത് പൊതുവെ കേട്ടോ. എവിടെ നിന്നാണെന്നുള്ളത് എനിക്കൊന്ന് ജസ്റ്റ് എന്റെ നമ്പർ ഉണ്ടാവും, മറ്റേ ചേച്ചിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും, മാം തരും കേട്ടോ. യു ക്യാൻ പ്ലീസ് സെൻഡ് മീ ദാറ്റ് ഓൾസോ. എവിടുന്നാ കിട്ടിയെന്നുള്ളത് കേട്ടോ. കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷനിലാണ് ആ ചോദ്യം വരാറ്. ഓക്കെ, അതുകൊണ്ടാണ്. സോഴ്സ് ഓൾസോ ഐ നീഡ് ടു ഗെറ്റ് ഇറ്റ്. അപ്പം പറഞ്ഞു വരുന്നത് നിങ്ങളുടെ PYQ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒന്ന് ആദ്യം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാക്കിൽ വഴങ്ങുണ്ടാവില്ല. ബട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അത് കിട്ടുള്ളൂ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതേപോലെ സെയിം സാധനം, സെയിം പാറ്റേൺ, സെയിം എക്സാമ്പിളിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അയ്യോ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് പഠിച്ചാൽ മതിയെന്ന്. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആകെ കൂടി സങ്കടമായി പോകും കേട്ടോ. ഒന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പറയാം, തീരെ പഠിക്കാതിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്കി കുത്തുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ട കാര്യത്തിൽ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല. ഈ ഇടയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ബാക്കിയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എസ്പെഷ്യലി ഓൾ ദ ലോജിക്കൽ സാധനം പ്രാക്ടീസ് ചെയ്യുക. മാത്സ് പഠിക്കുന്നത് പോലെയാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ്. ആൻഡ് ദ സൂത്രവാക്യം ഈസ് ഗൈസ്, നിങ്ങൾക്ക് JRF വേണോ, നിങ്ങൾ പേപ്പർ 1 നല്ല സ്കോർ ചെയ്യാം. പേപ്പർ 1 45+ വാങ്ങും.
വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അത് കുറെ ടാസ്ക് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 35+ എങ്കിലും നിങ്ങൾ മാക്സിമം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നെറ്റ് ഉറപ്പായിട്ടും കിട്ടും. പേപ്പർ 1 കൂട്ടം എന്നും പ്രാക്ടീസ് ചെയ്യുക. എന്നും പേപ്പർ 1 മര്യാദക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRF ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. 40+ കിട്ടിയവർക്കാണ് കൂടുതലും JRF കിട്ടാറ്. മീൻസ് 35+40. ഞാനൊക്കെ JRF വാങ്ങിക്കുന്ന സമയത്ത് 30+ ഉണ്ടാകുമ്പോഴാണ് ഈ JRF കിട്ടാറുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പേപ്പർ 1 ഈസ് ദ ബെസ്റ്റ് സോഴ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ്ജക്ട് എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും നമ്മളെ സബ്ജക്ട് അറിയാം അല്ലെ. അതായത് നമ്മൾ PG വരെ പഠിച്ച, ഡിഗ്രി PGക്ക് പഠിച്ച സാധനം എല്ലാവർക്കും അറിയാവുന്ന നോളജാണ്. പുതുമയുള്ള നോളജ് എന്ന് പറയുന്നത് പേപ്പർ 1 ആണ്. അത് നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നു അതാണ് ബാക്കിയുള്ളവരിൽ നിന്നും ഡിഫറെന്റ് ആക്കുക. ബാക്കിയുള്ളവരിൽ നിന്നും ഡിഫറെന്റ് ആയി സ്കോർ ചെയ്യുമ്പോഴാണ് നമ്മൾ വിന്നർ ആവുന്നത് ഈ പറയുന്ന എക്സാമിന്, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് പേപ്പർ 1 ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ലോജിക്കൽ റീസണിംഗ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, മാത്തമാറ്റിക് റീസണിംഗ് പോലെ. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ പ്ലീസ് ഷൂട്ട്. ഓക്കെ, if there is any questions and remind me that. okay, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് 2-3 ഫലസി ഉണ്ട്. ഇന്ത്യൻ ലോജിക്കൽ 3-4 ഫലസി ഞാൻ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. റിവൈസ് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കണേ. റിമൈൻഡ് ചെയ്യിപ്പിക്കില്ല, ഐ ഓൾസോ റിമെമ്പർ ഇറ്റ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ സമയത്ത് നമ്മൾ അത് ചെയ്യും റിവിഷനിൽ. അതുപോലെ പിന്നെന്താ, പിന്നെ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. ബാക്കി എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ ഫിഗർ ഒക്കെ അടുത്ത ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നടാ, ഇംഗ്ലീഷാണ് മൈ സബ്ജക്ട്. യു സി. ഓക്കെ, നിങ്ങളൊക്കെ ഏതാ വിഷയങ്ങൾ? പല പല വിഷയങ്ങളായിരിക്കുമല്ലോ അല്ലെ. സോ ഗൈസ്, പ്ലീസ് സ്റ്റഡി. ഓക്കെ, റിവൈസ് ഇറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ക്ലിയർ മീ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇപ്പൊ വി ഹാവ് ടൈം. No? So shall I wind up? So guys, we'll see you in the next class, revision. I hope എന്റെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞു കുട്ടികൾക്ക് എടുക്കുന്ന പോലെ ഞാൻ ക്ലാസ് എടുക്കാറ് പലപ്പോഴും വഴക്ക് പറയും, ചീത്ത പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒന്നുകൂടി ഇഫ് എനി ടോപ്പിക്സ് ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ, നമ്പർ വാങ്ങിക്കുക അവരുടെ അടുത്തുനിന്ന്. അതിന് ശേഷം കോൺടാക്ട് മീ ഇൻ പേഴ്സണൽ. ഐ വിൽ ബി ഹാപ്പി ടു റിപ്ലൈ യു. ആൻഡ് പ്ലീസ് പ്രാക്ടീസ്. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ബൈ ബൈ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ ഇത് വർത്ത് ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചുമ്മാ ആയിരിക്കും ഈ പറയുന്ന ക്ലാസ്സും എഫേർട്ടും ഒക്കെ. വെറുതെ എനിക്ക് സാലറി കിട്ടിയ പോലെ ആയിരിക്കും. സോ യു ഷുഡ് പ്രാക്ടീസ്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വിൽ മീറ്റ് ഇൻ ദ റിവിഷൻ സെഷൻ. വെൽക്കം.